നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം പ്രശസ്തനാണ് യുക്തിവാദിയും എക്സ് മുസ്ലിമുമായിട്ടുള്ള ആരിഫ് ഹുസൈൻ തെരുവത്ത്. അദ്ദേഹത്തിനെതിരെ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളും ആക്രമണങ്ങളും ഒന്നും പുതിയൊരു സംഭവമല്ല. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു രൂക്ഷമായ തലത്തിലേക്ക് ആ ആക്രമണങ്ങൾ കടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ ഈ സമീപകാലത്ത് വിദേശയാത്രകൾ നടത്തി ഏറ്റവും ശ്രദ്ധേയമായൊരു സംവാദം നടത്തുകയുണ്ടായി ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണറിൽ. ആ സംവാദത്തിൽ ഇസ്ലാമിസ്റ്റുകൾ വിജയിച്ചെന്നവരും ആരിഫ് ഹുസൈൻ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ അതിനെ തുടർന്ന് ആരിഫ് ഹുസൈൻ ഏത് വിഷയത്തെക്കുറിച്ചാണോ അവിടെ സംസാരിച്ചത് ആ വിഷയം വലിയ വിവാദമാവുകയും ഒടുവിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലൊരു സംവാദത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള ചിന്തകളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ അതിരൂക്ഷമായി മാറിയിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് ചുമത്തപ്പെട്ടിരിക്കുകയാണ്, ഒരു കേസ് കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. മതനിന്ദ നടത്തി, വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ യൂഷ്വൽ കേസുകൾ. ആ കേസുകളെ സംബന്ധിച്ചും എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം, അദ്ദേഹം എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, എന്താണ് ഇതിന് മുന്നോട്ടുള്ള ഈ വിമർശനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പരിഹാസദ്യോതകമായിട്ടുള്ളൊരു വിമർശന ശൈലിയുണ്ട്. ഒരല്പം ഹാസ്യം കലർന്നൊരു വിമർശന ശൈലി. പരിഹാസമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷേ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളൊരു രീതിയിൽ അതിനെ കാണേണ്ട കാര്യമേ ഉള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹാസ്യം കലർന്ന വിമർശനത്തിൻ്റെ ഭാവി, ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോകാം. ആരിഫ് ഹുസൈൻ, ഈ ഒരു കേസിന്റെ പശ്ചാത്തലം വ്യക്തമായിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അത് എനിക്ക് തോന്നുന്ന പ്രേക്ഷകർക്കൊന്ന് അറിഞ്ഞിരിക്കാനായിട്ട് താങ്കൾ തന്നെ ഫ്രം ദ ഹോഴ്സസ് മൗത്ത് പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി. പശ്ചാത്തലം ഒന്ന് വ്യക്തമാക്കാമോ? ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളുടെ റെഡ് ഫോർട്ട് സ്ഫോടനം ഉണ്ടായ ആ ഒരു സമയവും അതിനെ തുടർന്ന് വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം വലിയ തോതിൽ ചർച്ചയായ ഒരു ഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളുടെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഉള്ള അവിടുത്തെ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന തീവ്രവാദത്തിന്റെ കണ്ണികളായി മാറിയ ഒരു അവസരം. അപ്പൊ ആ ഒരു സമയത്ത് ആണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് ഇടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിൽ നമുക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ സ്ഥാപനം X&Y എൻട്രൻസ് കോച്ചിങ്, അവരാണത് നമുക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു കോച്ചിങ് സെന്ററിന്റെ ഒരു പരിപാടി, ഒരു ഫാമിലി മീറ്റ് എന്തോ ആണ്. അപ്പൊ അതിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന ഗസ്റ്റ് സ്പീക്കർ ആയിട്ടുള്ള ഒരു മുഹമ്മദ് കുട്ടി കണ്ണിയൻ എന്ന് പറയുന്ന ഒരു ഓർത്തോപെഡിക് സർജൻ, പുള്ളിയുടെ ഒരു പോസ്റ്റർ പ്രചരിക്കുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മറ്റ് പല വേദികളിലും മതവേദികളിൽ പോയി നിന്നുകൊണ്ട് വളരെ സ്ത്രീവിരുദ്ധവും വളരെ റിഗ്രസീവുമായിട്ടുള്ള താലിബാനൊക്കെ മാറി നിൽക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗവും എൻ്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. പല ആളുകളും നമുക്ക് അയച്ചു തരികയാണ്. അപ്പൊ ഞാനത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു ശരിയായ രീതിയല്ല. കാരണം നമുക്കിപ്പോ ഇത് മനസ്സിലാവാനുള്ള എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ പ്രവീൺ തൊഗാഡിയനെ പിടിച്ചിട്ട് നമ്മൾ കണക്ക് മാഷാക്കിയാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടുകാർ പറയാൻ? അത് ശരിയല്ല എന്ന് പറയും. അതല്ലെങ്കിൽ ഇപ്പോ ശശികല ടീച്ചറെ വിളിച്ചിട്ട് നമ്മൾ ഒരു മലയാളം പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വിടില്ല. ഇതല്ലേ ഇവിടെ സംഭവിക്കുക. ഇങ്ങനെയല്ലേ നമ്മളെ ആളുകള് ഈ ഒരു വിഷയത്തിനെ നമ്മൾ സെൻസിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉള്ള ഒരു കാലത്ത് പോലും ഇത്തരത്തിൽ ജിഹാദിസവും ഇത്രയ്ക്കും വർഗീയവും അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധവും താലിബാനിസം മുറ്റി നിൽക്കുന്നതുമായ ജിഹാദിസം മുറ്റി നിൽക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്ന ആളുകൾ ഇതേ ആളുകളെ ഈ പറയുന്ന എൻട്രൻസ് കോച്ചിങ്ങിന്റെ സ്ഥാപനത്തിലേക്ക് മാഷുമാരായിട്ട് വിളിക്കുന്നു, അവർ അധ്യാപകരായിട്ട് നിയമിക്കുന്നു, പിന്നെ ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നു, ഗസ്റ്റ് സ്പീക്കേഴ്സ് ആക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് ശരിയല്ല, ഇത് പന്തികേടുണ്ട്, ഇത് അന്വേഷിക്കണം. ഇതും ഈ പറയുന്ന അൽഫല യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്ന പോലെയുള്ള ഒരു വൈറ്റ് കോളർ ജിഹാദിസത്തിന്റെ ഒരു സംഗതിയാണ്. അതിനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു വിസിൽ ബ്ലോയിങ് ആണ് ഞാൻ അന്ന് നടത്തിയത്. അത് ആ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അതിൽ കാണാം പോലീസിനെയും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, അതുപോലെ അന്നത്തെ ഹോം മിനിസ്റ്റർ അമിത്ഷാ, അങ്ങനെ എല്ലാ NIA ഇവരെയൊക്കെ ടാഗ് ചെയ്തിട്ടാണ് നമ്മൾ ആ പോസ്റ്റ് ഇടുന്നത് തന്നെ. തീർച്ചയായിട്ടും. അപ്പോ ആ പോസ്റ്റാണ് അവരിപ്പോ എടുത്തു വെച്ചിട്ട് ഇതേപോലെ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു, റയറ്റിങ്ങിന് ശ്രമിച്ചു, അതുപോലെ തന്നെ അവരെ മാനനഷ്ടം ഉണ്ടാക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. കാരണം പോസ്റ്റാണെന്നുണ്ടെങ്കിൽ പോലീസിനെ ഞാൻ ടാഗ് ചെയ്യില്ലല്ലോ. അവസാനത്തെ പറഞ്ഞതൊന്ന് താങ്കളുടെ കണക്ഷൻ ഒന്നും ഇതായതുകൊണ്ട് ബ്രേക്ക് ആയത്. എന്ത് പോസ്റ്റ് ആണെങ്കിൽ പോലീസിനെ ടാഗ് ചെയ്യില്ല എന്നൊന്നും കൂടി ഒന്ന് ആവർത്തിക്കാമോ? ഞാനൊരു കലാപം ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോലീസിനെ ടാഗ് ചെയ്തിട്ടല്ലല്ലോ ഞാൻ ഇടുക. തീർച്ചയായിട്ടും.
അതുപോലെ ഇവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിലിപ്പോ ഈ വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ കാണണം എന്നാണ് ഞാൻ പറയാ. ഇതെല്ലാവരും ജാഗരൂകരായിട്ട് ഇരിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ മുന്നേ പല വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ മതപരിവർത്തനം, ഈ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ മതം പ്രചരിപ്പിക്കാനുള്ള വഴികൾ ഇവരെപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഞാനത് ചെയ്തു നടന്നിരുന്ന ആളാണ്. ഞാനൊരു എക്സ് ജിഹാദി ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇതെങ്ങനെയാ നമ്മൾ ചെയ്തുകൊണ്ട് നടക്കുക. കിട്ടുന്ന അവസരത്തിൽ മതം തിരുക, ഇതാണ് നമ്മളെ പണി. അപ്പോ അത് പ്രത്യേകിച്ച് ഈ ദാവത്ത് എന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്ന പണി ഇതിൽ കൂടുതലാണ്. ഇപ്പൊ പിന്നെ നമുക്ക് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലും അത് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇത് കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസം എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന നമ്മളുടെ ചില സ്വാതന്ത്ര്യത്തെയും വരെ ഹനിക്കുന്ന സംഗതിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ വിഷയത്തിൽ പരാമർശിച്ച ആള് ഈ മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഡോക്ടർ സംസാരിക്കുന്നത് തട്ടമിടാത്ത കുട്ടികളെ നമ്മൾ ആരും കല്യാണം കഴിക്കരുതെന്നാ പറയുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ അത് ഒരു ചോയ്സേ അല്ല. അപ്പൊ പുറത്തു വന്നിട്ട് ഹിജാബ് ചോയ്സ് ആണെന്ന് പറയുന്ന ആളുകൾ മതവേദികളിലും ഫാമിലി മീറ്റുകളിലും പോയി പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? ഹിജാബ് ചോയ്സ് അല്ല, നിർബന്ധമായിട്ട് ഇടണം, ഇസ്ലാമിൽ ചോയ്സ് ഇല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉടനെ ഹിന്ദുക്കളെ പിടിച്ച് മുസ്ലിം ആക്കുന്നുള്ളതല്ല ഇതിന്റെ പ്രശ്നം. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ മതമൊന്നും തലയിലില്ലാത്ത ഇവിടുത്തെ നമ്മളെ സാമുദായിക അന്തരീക്ഷങ്ങളുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന സമാധാന പ്രിയരായ മുസ്ലിങ്ങളെ പിടിച്ച് തീവ്ര വിശ്വാസികളാക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. എന്നുവെച്ചാൽ ഓണം ഉണ്ടും ക്രിസ്മസ് കേക്ക് മുറിച്ചും ഒക്കെ നടക്കുന്ന സാധാരണ മുസ്ലിമിനെ കൊണ്ട് ഇവരുടെ ഒരു 4-5 ക്ലാസ്സിൽ ഇതേപോലെ പോയി കഴിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായാൽ അവര് പിന്നീട് ഓണം ആഘോഷിക്കാതെ ആവും. അവര് പിന്നെ ക്രിസ്മസിന് കേക്ക് മുറിക്കില്ല. അവര് പിന്നെ ജാക്കിർ നായിക്കിന്റെ ഫാനായിട്ട് മാറുകയാണ് ചെയ്യുക. MM അക്ബറിന്റെ ഫാനായിട്ട് മാറുന്നു. അബ്ദുള്ള ബാസിലിന്റെ വീഡിയോ കണ്ടു നടക്കുന്ന ആളുകളായിട്ട് മാറും. അതാണ് ഉണ്ടാവുക. അവര് പിന്നെ ഹോമോഫോബിക് ആവും. അവര് പിന്നെ ഈ പറയുന്ന വളരെ വികൃതമായ ഇപ്പോ കുട്ടികളെ റേപ്പ് ചെയ്യുന്നത് പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് അബ്ദുള്ള ബാസിലേക്ക് എത്തി നിൽക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് അവരെത്തി നിൽക്കുന്നത്. അപ്പൊ ആ തരത്തിലേക്ക് ഇവര് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് ഈ സാധാരണ വിശ്വാസികളെ കൊണ്ടെത്തിക്കും. ഇതിനൊക്കെ അപ്പുറമാണ് ബാക്കിയുള്ള മതവിഭാഗങ്ങളെയൊക്കെ ബാധിക്കുക. അതൊന്നല്ല എന്റെ വിഷയം. എന്റെ വിഷയം ഈ മുസ്ലിങ്ങളിലേക്ക് തീവ്ര മത ആശയങ്ങൾ, ഈ റാഡിക്കലൈസേഷന് ഇത് വഴിവെക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാന പ്രശ്നം. അത് തന്നെയാണ് ഇതിലെ ഒരു കുഴപ്പം. അതല്ലാതെ ഇവര് നേരെ നാളെ പോയി എവിടെയും ബോംബ് പൊട്ടിക്കുന്നുള്ളതല്ല ഈ പറയുന്നത്. ഇത് റാഡിക്കലൈസേഷൻ ആണ്. ആ റാഡിക്കലൈസേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ കവർ ഇവര് ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഇവര് പരിപാടികൾ നടത്തുമ്പോൾ ഇതിനകത്തേക്ക് ക്ഷണിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ ഋഷിരാജ് സിംഗിനെ വിളിക്കുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ, വലിയ ഉന്നതരായ ആളുകളെ വിളിച്ചോണ്ട് വരും. അപ്പൊ ഇത് ചോദ്യം ഉന്നയിച്ച് ആരെങ്കിലും ഇതിനെതിരെ പരാതിയായിട്ട് പോകുമ്പോൾ ഇവർ ആദ്യം വെക്കുന്നത് അങ്ങനെ ഒരു കുഴപ്പമുള്ള പരിപാടിയാണെങ്കിൽ ഇവര് പങ്കെടുക്കുമോ, ഞങ്ങൾ അവരെ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിനൊരു മറയാക്കുന്ന പണിയും കൂടിയാണ് ഇവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള തട്ടിപ്പുകൾ നമ്മൾ തിരിച്ചറിയണം. ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾ. അപ്പൊ നമ്മളേതായാലും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിന്റെ തെളിവുകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഔദ്യോഗികമായ പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. നേരത്തെ വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഒരു വിസിൽ ബ്ലോയിങ് ആണ് നമ്മൾ നടത്തിയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും അതൊരു ഔദ്യോഗികമായ പരാതിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് NIA-ക്കും അതുപോലെ ഇന്റലിജൻസിനെല്ലാം. ഇനി അവർ അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോട്ടെ, അതിന്റെ നിയമം അതിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും. ആരിഫ്, ആദ്യം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ചോദ്യോത്തരം മാത്രമാണെന്ന്. താങ്കൾ പറഞ്ഞതിനോടൊരു ചെറിയ വിയോജിപ്പുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് കരുതുക. ഉത്തരം താങ്കളുടെ ഇഷ്ടം. താങ്കൾ ഈ പറഞ്ഞ ഉത്തരത്തിന്റെ കൂട്ടത്തിൽ, ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ശശികല ടീച്ചറെയും പ്രവീൺ തൊഗാഡിയും പരാമർശിച്ചിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം താങ്കൾ നടത്തിയതിന്റെ പേരിൽ പ്രവീൺ തൊഗാഡിയോ, അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സായി, ശശികല ടീച്ചറോ താങ്കളുടെ പേരിൽ ഇത്തരത്തിലൊരു കേസ് കൊടുക്കുമെന്ന് താങ്കൾ കരുതുന്നു? അതിപ്പോ ഞാൻ ശശികല ടീച്ചർ അടുത്തിരുന്നിട്ട് ഒരിക്കൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പരിപാടിയിൽ വെച്ചിട്ട്. അപ്പൊ ടീച്ചർ നമ്മളോട് പറഞ്ഞത് എന്നെ 10 തെറി പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാനും പറയുന്നത് ഇപ്പം മുസ്ലിം വിഭാഗത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോ അരവണ പായസം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? അവരെന്നെ തെറി പറയും, എന്നിട്ട് അരവണ പായസം കഴിക്കും. എന്നാലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉസ്താദുമാർ അവരെ ഉറക്കത്തിൽ വന്ന് പിടിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതിനെ മറികടക്കാൻ ഉള്ളൊരു വഴിയായിട്ട് അവർ എന്നെ തെറി പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇസ്ലാമിസ്റ്റുകളും ഈ ജിഹാദികളും ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് ഇവിടുത്തെ സാധാരണ മുസ്ലിമിന്റെ ജീവിതം കുഴപ്പത്തിലാക്കുന്ന, അവർക്കൊരു വാടകയ്ക്ക് വീട് കിട്ടുന്നതിനോ ഒരു ജോലിയിലേക്ക് എടുക്കുന്നതിനോ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സമാകുന്നതിലേക്ക് വഴിവെക്കുന്ന ഈ ജിഹാദികളാണ്. അപ്പൊ അതിന് വഴിവെക്കുന്ന ആളുകളെ, ആ സംഗതികളെ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹിന്ദുത്വവാദിയെയോ അല്ലെങ്കിൽ ഒരു തീവ്രവാദിയോ എന്തെങ്കിലും ഒന്ന് തോണ്ടിയിട്ടല്ലാതെ പറയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണത്. നമ്മുടെ അങ്ങനെ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായി.
അല്ല, ഞാനതൊരു ചോദ്യമായിട്ട് താങ്കളോട് ചോദിച്ചോന്നേ ഉള്ളൂ. അല്ല, ഇനി അത് ക്ലിയർ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വന്നാൽ X&Y ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനം. അതെ അതെ. ആ സ്ഥാപനത്തിന്റെ അവരുടെ ഒരു പ്രവർത്തന രീതി പറഞ്ഞു. ഋഷിരാജ് സിംഗിനെ പോലെയുള്ള സമൂഹത്തിൽ മാന്യതയുള്ള ഉന്നത ഉദ്യോഗങ്ങൾ വഹിച്ചിരുന്ന ആളുകളെ ഈ ചടങ്ങുകളിൽ ക്ഷണിക്കുന്നത്. എനിക്ക് ഇതിലൊരു പഴയ ഒരു സ്നേഹ സംവാദം എന്ന് പറഞ്ഞൊരു രീതി ഉണ്ടായിരുന്നു ഇവരുടെ. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അതിന്റെ ഒരു പുതിയ രൂപമാണോ എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം അവർക്ക് താങ്കളുടെ അഭിപ്രായം അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഇവരൊരു സ്ഥാപനം നടത്തുന്നു. ഇതിലുള്ള ആളുകളെ എനിക്ക് അല്ലാതെ തന്നെ നമുക്ക് മുൻപരിചയമുണ്ട്. കാരണം നമ്മൾ ഈ മതവിമർശന രംഗത്തേക്ക് വരുമ്പോ എക്സ് മുസ്ലിമായി വരുന്ന സമയത്ത് നമ്മളെ തടയാനെന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായി അവതരിച്ച ആളുകളാണ് ഇന്ന് ഇതിന്റെ പിന്നിലുള്ള ആളുകൾ. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അവരെ നമുക്ക് അറിയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ ഇവര് ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടി എന്ന് പറഞ്ഞ മാതിരി ഇവര് എവിടം വരെ ചാടുന്നുള്ളത് നമുക്ക് അറിയാലോ. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവരുടെ അതിബുദ്ധി കാണിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈ പരാതി കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് അവർക്ക് ഡിഫമേഷൻ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇപ്പോഴാണ് അവർക്ക് ഡിഫമേഷൻ ആയത്. അത് അവർ സ്വയം വരുത്തി വെച്ചാണ്. ഇപ്പോഴല്ലേ നാട്ടുകാർ അറിഞ്ഞത് X&Yയുടെ പിന്നിൽ ഇങ്ങനെയുള്ള കുറച്ച് ജിഹാദികളാണല്ലേ എന്ന്. ഇന്നിപ്പോ നാട്ടുകാർ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഞാനാണോ? അവര് തന്നെയല്ലേ? അപ്പൊ നമ്മളിവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇത് അന്വേഷിക്കണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്, സ്റ്റേറ്റിനെ അറിയിക്കുകയാണ് ചെയ്തത്. ആ പോസ്റ്റ് എടുത്തു വെച്ച് പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ചയാവും. ആ പരിപാടിയിൽ പങ്കെടുത്ത ആ പറയുന്ന മുഹമ്മദ് കുട്ടി സംസാരിച്ച ആ വീഡിയോ ശകലം ഇന്ന് നാട്ടുകാർ മുഴുവൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അത് ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഞാനല്ലല്ലോ, തീർച്ചയായിട്ടും അവര് തന്നെയല്ലേ ഇത് കൊണ്ടെത്തിച്ചത്. സ്വാഭാവികമായിട്ട് അത് പ്രചരിക്കും. അതിൽ ആ പ്രസംഗം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. അത് ഇതിന്റെ കൂടെ പ്ലേ ചെയ്താൽ മതി. ഒരു മുസ്ലിം സ്ത്രീ എവിടെയാണ് ഭംഗി പ്രദർശിപ്പിക്കേണ്ടത്? ആ ഭംഗി കാണേണ്ട ആളുടെ മുമ്പിലാണ് ഒരു മുസ്ലിം സ്ത്രീ ഭംഗി പ്രദർശിപ്പിക്കേണ്ടത്. അവരുടെ ഭർത്താവിന്റെ അടുത്താണ്. ഭർത്താവിന്റെ അടുത്ത് എന്താ അവസ്ഥ? അത് അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി ആ മാക്സി മാറ്റണോ എന്നാ ചോദിക്കാം. ഇനിയിപ്പോ ഇത് മാറ്റണോ? ളുഹറിനാണ് പെണ്ണുങ്ങൾ മാക്സി മാറ്റുക കുളിച്ചുമ്പം. ഇനിയിപ്പോ അപ്പ മാറ്റിയാ പോരെ? എന്നിട്ടോ നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോയി നോക്കി, എങ്ങോട്ടെങ്കിലും പോണ്ട് നോക്കി, മാറ്റിയാ തീരൂല. മാറ്റിയിൽ ഇറങ്ങിക്കിട്ടാൻ ഇടങ്ങറയിക്കാരം. സഹോദരങ്ങളെ, നല്ല ഭയപ്പെടണം. ഇത് തമാശക്ക് പറയല്ല. കാരണം അണിഞ്ഞൊരുങ്ങേണ്ടത് അല്ലേ? പണ്ടൊന്നും നമ്മൾ ഒരു പെരയിലും പെണ്ണുങ്ങൾ സ്പ്രേ അടിച്ചാലോ സെന്റ് ഉപയോഗിക്കലില്ല. നിങ്ങൾ എല്ലാ ചെറിയ കുട്ടികളുടെ റൂമിലും പോയി നോക്കി, പെൺകുട്ടികൾ സ്പ്രേ അടിക്കും, അത്തർ ഉപയോഗിക്കും, ലിപ്സ്റ്റിക് ഉപയോഗിക്കും അല്ലേ? ലിപ്സ്റ്റിക് തന്നെ എന്താണ് സ്കിൻ കളറിലുണ്ട്. അതായത് നമ്മളെ ഉള്ള കളർ തന്നെ തിളക്കം കൂട്ടുന്നത്. അപ്പൊ കുട്ടികളെന്താ പറയണോ? സാറേ നമ്മള് ചോപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. നമ്മളിപ്പോ എന്താ, ചില ആൾക്കാർ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ അതൊന്ന് തിളക്കും. അപ്പൊ അതേമാതിരി അതിന് തിളക്കം കൂട്ടണുള്ളൂ. ഉള്ള കളർ തന്നെ ഒന്ന് തിളക്കം കൂട്ടണുള്ളൂ. അതെന്താ തെറ്റുണ്ടോ സഹോദരൻ? ഇതൊക്കെ എന്തിനാണ് സഹോദരൻ? നമ്മളെ ചുണ്ട് തിളങ്ങി കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അത് നാലാള് കാണുന്ന വിചാരിച്ചിട്ടല്ലേ? എന്റെ ചുണ്ട് ഇപ്പൊ എങ്ങനെങ്കിലും നിന്നോട്ട് വിചാരിച്ചപ്പോ എന്താ? നമ്മളെ ചുണ്ട് കാണേണ്ടവൻ, നമ്മളെ മുഖത്തെ സൗന്ദര്യം കാണേണ്ടവൻ ആരാണ്? അത് ഭർത്താവാണ്. വാ, ഈ സൗന്ദര്യം കാണേണ്ട ആളുടെ മുമ്പിലേ ഒരു സ്ത്രീക്ക് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. വസ്ത്രധാരണമാണെങ്കിൽ ഇസ്ലാമിന് ചില വസ്ത്രധാരണ മര്യാദകളുണ്ട് അല്ലെ? ഈ പാന്റും കുപ്പായും അത് സ്ത്രീന്റെ വസ്ത്രമല്ല. അത് അത്ര പൂതിയാണ്. പെരിയിട്ടോട്ടെ, പെരി പാന്റും കുപ്പായിട്ട് നടന്നോട്ടെ, പൂജ്യം തീർത്തോട്ടെ. പക്ഷെ നാലാളെ മുന്നിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട അന്യ പുരുഷന്റെ മുന്നിലേക്ക് ഒരു മുസ്ലിം സ്ത്രീ പോകുമ്പം ഈ വസ്ത്രം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അത് വലിയ തെറ്റന്നെയാണ്. ആരെങ്കിലും അങ്ങനെ ഞങ്ങളോട് പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് പറയാണ് സഹോദരങ്ങളെ. അത് തെറ്റാണ്, അത് വലിയ കുറ്റമാണ്, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സഹോദര ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇതൊക്കെ ഇപ്പൊ തീരും. നിങ്ങൾ ഈ പളപളപ്പും ഇതൊക്കെ സഹോദരങ്ങളെ കുറച്ച് കാലുള്ളൂ അല്ലേ? കുറച്ച് ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ളത്? ഒരു 15 വയസ്സ് തുടങ്ങി ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളത് നിലനിർത്താൻ വേണ്ടി പാടുപെടേണ്ടി വരും. നിങ്ങൾ പറയാ, ഇങ്ങനെ സംസാരിക്കുന്ന ഒരാള് ഒരു ഹിന്ദു നാമധാരി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്ന ആളുടെ അടുത്തേക്ക് എൻട്രൻസ് കോച്ചിങ്ങിനെന്നും പറഞ്ഞ് കുട്ടികളെ നിങ്ങൾ അയക്കൂല്ലേ? നമ്മൾ ചോദിക്കണുള്ളൂ. ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് അത് കുഴപ്പമില്ല, അത് മതസ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും. എന്നാൽ ഇപ്പുറത്ത് അത് ഒരു ഹിന്ദു നാമധാരിയായ ഒരാളാണെന്നുണ്ടെങ്കിൽ ഉടനെ അത് വർഗീയതയായിട്ടും അത് ഹിന്ദുത്വ തീവ്രവാദമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന് കാര്യമായ തകരാറുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. ഈ ഡോക്ടർ മുഹമ്മദ് കുട്ടി കന്യൻ എന്നയാളെ കുറിച്ച് താങ്കൾ ഇതിനോടകം പറഞ്ഞു. അബ്ദുള്ള ബാസിൽ CP ഞാൻ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്.
അദ്ദേഹത്തെ കുറച്ചുകൂടി ഒന്ന് പരാമർശിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നടക്കുന്ന ഈ ജിഹാദി സിമ്പത്തൈസിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടം ആളുകളിലെ പ്രധാനിയാണ്. അപ്പോ ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക നിലപാടുകൾ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തികൾ ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഇപ്പൊ നമ്മൾ ഒരാളടുത്ത് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവനോട് ആദ്യമേ തന്നെ നീ നിന്റെ ഹൃദയം ഡൊണേറ്റ് ചെയ്യൂ, കിഡ്നി ഡൊണേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അവൻ തരില്ല എന്നൊക്കെ പറയും. അതെ. പക്ഷെ അതേ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ കുറച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യൂ, നിങ്ങളെ കണ്ണൊന്ന് ഡൊണേറ്റ് ചെയ്യൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഓക്കെ അന്ന് അത് ചെയ്യാന്ന് പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും. അങ്ങനെ അത് സമ്മതിച്ചു കഴിയുമ്പോൾ പിന്നെ മൂന്നാമത് നിങ്ങൾ അവനോട് കിഡ്നി ചോദിച്ചാൽ ചിലപ്പോൾ അവൻ കിഡ്നിയും തരും. അതെ. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നമ്മൾ ഇത്തരം ഘട്ടങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞ മാതിരി നമ്മളിവിടെ താലിബാനിസം എന്ന് പറയുന്ന സാധനം, ജിഹാദ് എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ പറയുമ്പോൾ അതിലേക്ക് ഇവിടുത്തെ യുവ ജനങ്ങൾ ചെല്ലുന്നു. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഓണം ആഘോഷിക്കാതെ ആവുക, ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഓണം ആഘോഷിക്കണം എന്ന് പറയുക, ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറയുക, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് അതൊരു ജിഹാദിസമാണ്. അപ്പൊ ഒരു മുസ്ലിം പെട്ടെന്നല്ല അങ്ങനെ ആവുന്നത്. ഇത് മദ്രസയെന്നും അല്ല ഇങ്ങനെ ആവുന്നത്. ഇതാവുന്നത് ഇതുപോലെയുള്ള ആളുകൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷേപണങ്ങളുണ്ട് ഇവരുടെ ചാനലിലൂടെയൊക്കെ. ഹോമോഫോബിക് ആവുന്ന, ഇപ്പോ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പോയിരുന്നിട്ട് ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യുന്നത് പോലും ന്യായീകരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇതുപോലെ ഉള്ള ഓരോ സാധനങ്ങൾ പറഞ്ഞു വെക്കാണ്. ഇപ്പൊ സൂംബ വിവാദമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിനോട് പതിയെ പതിയെ സമരസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതാണ് ഈ റാഡിക്കലൈസേഷന്റെ ആ ഒരു സ്ലോ പോയിസണിംഗ് എന്ന് പറയുന്നത്. ഇതിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദാവ ചാനലുകളുണ്ട്. അതിൽ പ്രധാനമാണ് ഈ പറയുന്ന അബ്ദുള്ള ബാസിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനലുകളൊക്കെ. ആ രീതിയിൽ അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ കടന്നു പോകുന്ന ഒരു മുസ്ലിമായ സാധാരണ വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ തീവ്ര ഇസ്ലാമിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ പരിവേഷം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ഇതിലെ ഒരു നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന, വിദ്വേഷത്തിന് വഴിമരുന്നിടുന്ന, ഇതുപോലെ വിഭാഗീയത ഉണ്ടാക്കുന്ന തീവ്ര ജിഹാദിസത്തിലേക്ക് ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കുഴി ചാടിക്കുന്ന, മുസ്ലിങ്ങളെ കുഴി ചാടിക്കുന്നതിൽ നമ്പർ 1 ആണ് സത്യത്തിൽ ഈ അബ്ദുള്ള ബാസിൽ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അങ്ങനെ ചാടിക്കുന്ന ആളുകളുടെ നേതാവാണ് ഈ പറയുന്ന അബ്ദുള്ള ബാസിൽ നമ്മൾ പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ആരിഫ്, എനിക്കൊരു ചോദ്യമുള്ളത്, ഈ അബ്ദുള്ള ബാസിലാണെങ്കിലും ഡോക്ടർ മുഹമ്മദ് കുട്ടി കന്യാനാണെങ്കിലും അവരുടെ ഈ വാദങ്ങളെ ഇപ്പോൾ ആരിഫ് വിമർശിക്കുന്നതും മനോജ് വിമർശിക്കുന്നതും തമ്മിലൊരു വ്യത്യാസം അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരിഫിനെ പോലും ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്നൊരു രോഗം പരത്തുന്നു എന്നുള്ളൊരു ആരോപണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഇസ്ലാമോഫോബിയ ഒന്ന് വിശദീകരിക്കാം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഈ മുസ്ലിം ബ്രദറോട് കണ്ടുപിടിച്ച ഒരു വാക്കാണ്. അത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ, മറ്റുള്ള മതങ്ങൾക്കെതിരെയൊക്കെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ ഇസ്ലാമിനെതിരെയും ഈ യൂറോപ്പിൽ ഉയർന്നു വന്ന സമയത്ത് അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വിദ്വേഷമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മതവിമർശനത്തെ തടയുക. അപ്പൊ അന്ന് അവര് പ്രധാനമായിട്ടും തടയാൻ ശ്രമിച്ചത് ഇസ്ലാമിൽ നിന്നും അവർ ഉയർത്തി കാണിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട് അന്നത്തെ സമൂഹം. അതിപ്പോ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ആയാലും, അതല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്നവനെ വേട്ടയാടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്ന കാര്യങ്ങൾ, ഇതുപോലുള്ള കാതലായ വിഷയങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ പ്രതിസ്ഥാനത്ത് ഇസ്ലാം വരുന്ന ഘട്ടം വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഇവർ കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ പറയുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇത് ഒരു 10-40 വർഷത്തെ ഒരു പഴക്കം മാത്രമാണ് ഈ ഒരു സാധനത്തിനുള്ളത്. 80-കൾക്ക് ശേഷമാണ് അത് വരുന്നത്. എന്നാൽ ഇന്നത്തെ അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരഞ്ഞു തീർന്നു എന്ന് മാത്രമല്ല, ഇന്ന് അത് ഫലിക്കുന്നില്ല. പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ കൂടി വന്നോട് കൂടിയിട്ട് ഈ ഇസ്ലാമോഫോബിയ ഇന്ന് ഫലിക്കാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ എക്സ് മുസ്ലിം മൂവ്മെന്റ് വരുന്നത് 2007-ന് ശേഷമാണ്. അപ്പോൾ അതുവരേക്കും ഈ പറയുന്ന ഇസ്ലാമിനകത്തു നിന്നും ഇതുപോലെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരും അല്ലെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്നവരുമായിട്ടുള്ള ആളുകൾ ഇല്ലാതെ ഇരുന്നൊരു കാലത്ത് ഇതൊക്കെ പറഞ്ഞ് ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുകയും അത് വെച്ചുകൊണ്ട് കുറെ വോക്കുകൾ, അതുപോലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാർ ഇവരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ടാണ് ഇവർ കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അത് നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഈ എക്സ് മുസ്ലിങ്ങൾ വന്നതോടുകൂടിയാണ് ഇപ്പോ ഇത് ഫലിക്കാതെ വരികയും, പ്രത്യേകിച്ച് ഇന്ന് യൂറോപ്യൻ യൂണിയനിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് തന്നെ ഫ്രീ സ്പീച്ചിന് എതിരാണ് അതുകൊണ്ട് അത് റദ്ദാക്കണം, അത് അബാൻഡൻ ചെയ്യണു എന്ന് പോലും പറയുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു.
ഇനി അവരത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലേക്ക് ഈ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തുകൊണ്ട് ഇത് ബാക്കി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും കൂടി അത് എത്തുന്നതോട് കൂടിയിട്ട് യൂറോപ്പിൽ നിന്ന് തന്നെ ഈ ഇസ്ലാമോഫോബിയ അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ അത് എടുത്തു മാറ്റുന്ന ഒരു അവസ്ഥയാണ് വരിക. അത് ഇറലവന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് അതൊരു കപട വാക്കാണ്. അതൊരു ജെനുവിൻ ആയിട്ടുള്ള വിമർശനങ്ങളെയും ഫ്രീ സ്പീച്ചിന്റെ ആ ഒരു അവകാശത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ബ്രദർഹുഡ് കണ്ടെത്തിയ ഒരു സാധനമാണ്, ഈ ഒരു പരിച മാത്രമാണ്, ഈ ഒരു മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതിന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു 5-10 വർഷം. അതിനുശേഷം അതിന് ആയുസില്ല. എക്സ് മുസ്ലിങ്ങൾ കൂടി വന്നോടുകൂടി ഇതില്ല. കാരണം പഠിച്ചിട്ട് വിമർശിക്കുമെന്നും പറഞ്ഞാണ് ഇപ്പോ സത്യത്തിൽ ഇവർ കുറെ കാലം പറഞ്ഞുകൊണ്ടാണ്. കാരണം ആർക്കും പഠിച്ച ആരും പുറത്ത് വരുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പഠിച്ച എക്സ് മുസ്ലിങ്ങൾ വരാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും ഇപ്പൊ അവര് പ്രശ്നം തിരിഞ്ഞു മാറി. നമ്മളിപ്പോ അവരോട് നമ്മൾ അവരോടാ പറയുന്നത് പഠിച്ചിട്ട് നിലവിളിക്കൂ എന്നാണ് ഇപ്പൊ നമ്മൾ അവരോട് പറയുന്നത്. ആ നിലയിലേക്ക് നമ്മൾ അവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു തരത്തിലും അവർക്ക് നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ വെക്കുന്ന ഓരോ വാദവും. അതുകൊണ്ട് തന്നെയാണ് അവര് നമ്മൾ പറയുന്നത് ഇപ്പൊ അടിമ വ്യവസ്ഥിതിയെ ന്യായീകരിക്കുന്നു, ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നു, അതുപോലെ ഓരോ പീഡോഫീലിയെ ന്യായീകരിക്കുന്നു. അങ്ങനെ ഓരോ വിഷയം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹോമോസെക്ഷുവാലിറ്റി, ഹോമോഫോബിയ എന്ന് പറയുന്ന സാധനത്തിന് ഇതേപോലെ എതിർക്കുക, അതിനെ എതിർക്കുന്നതിനെ ന്യായീകരിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം നാളില്ല ഇതൊക്കെ എക്സ്പോസ്ഡ് ആവും, ഓൾറെഡി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാം ഒരു സമാധാന മതമാണ് എന്നുള്ളതാണ് പൊതുവെ ഇവർ പറഞ്ഞ് പരത്തിയിരുന്നത്. പക്ഷെ ആ സമാധാനം ജനാധിപത്യ സമൂഹങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നും അത് യഥാർത്ഥ ഇസ്ലാം വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല എന്നുള്ളതും ഇപ്പോൾ കൂടുതൽ തെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും. ആരിഫ്, ഒരു കാര്യം നമ്മളിത് ഇതിന്റെ ഒരു ഭാഗം, ഈ ചോദ്യത്തിന്റെ ഒരു ഭാഗം നാം കഴിഞ്ഞ തവണ സംസാരിച്ചാണ്, പക്ഷെ അതിൽ കൂടുതലൊരു ക്ലാരിറ്റി വേണമെന്നുണ്ട്. ആദ്യത്തെ ഭാഗം ഈ സാംസ്കാരിക നായകന്മാർ, നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു സാങ്കല്പിക സാഹചര്യത്തിൽ ഞാനൊരു ഹിന്ദു സന്യാസിയാണ്, പോട്ടെ അത്രയും വേണ്ട, ഒരു കൈനോട്ടക്കാരനാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഞാനൊരു അഭിമുഖം കൊടുക്കുമ്പോൾ സദാചാര ബോധമുള്ള ഹിന്ദു പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തി നടക്കണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി മുതൽ സാഹിത്യകാരികൾ വരെ എനിക്കെതിരെ വാളെടുത്ത് തുള്ളും എന്നുള്ളൊരു ഇതുണ്ട്. അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷേ ഇതേ കാര്യം, ഈ ഒരു സെഗ്രഗേഷൻ, പെൺകുട്ടികളും ആൺകുട്ടികളും വേറെ വേറെ ഇരിക്കണം, അവരുടെ ഇടയിൽ കറുത്ത തുണി കെട്ടണം, പെൺകുട്ടികൾ ഈ ഹിജാബ് പോലെ മുഖം മറച്ച് നടക്കണം തുടങ്ങിയ അഭിപ്രായങ്ങൾ തുടങ്ങി ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വേശ്യകളാണെന്ന് പരസ്യമായി തന്നെ വീഡിയോയിലൂടെ പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരെ നാം കണ്ടിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഇവർക്കെതിരെ ഈ സാമൂഹികമായിട്ടുള്ളൊരു പ്രതികരണം, സാംസ്കാരിക നായകരുടെ പ്രതികരണം ഇതേ രൂക്ഷതയോടെ, ഞാൻ എന്ന കൈനോട്ടക്കാരന് എതിരെ ഉണ്ടാകുന്ന രൂക്ഷതയോടെ ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണ് താങ്കളുടെ നോട്ടം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോ ഈ മറകെട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, അബ്ദുള്ള ബാസിൽ ഈ കേരളത്തിൽ അങ്ങനെ മറകെട്ടി ക്ലാസ് എടുക്കാൻ ധൈര്യം കാണിച്ച ഒരു ജിഹാദിയാണ്. തീർച്ചയായിട്ടും ഇതാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അത് 2 തവണ ചെയ്തു. ഓക്കെ, എന്നാൽ ഇതേ വ്യക്തി അങ്ങ് ദുബായിൽ പോയിരുന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ മറകെട്ടാൻ സമ്മതിക്കില്ല. കാരണം അവിടെ മറകെട്ടിയ അവിടത്തെ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോ ഇതെവിടെ ഇത് നടക്കുക? ഈ ഇസ്ലാമിലെ മതനിയമങ്ങൾ അത് എത്ര ക്രൂരമായ മതനിയമാണെങ്കിൽ അത് എടുക്കാൻ കഴിയുക എവിടെയാണ്? അത് ഇതേപോലെ ജനാധിപത്യ സമൂഹങ്ങളിലാണ്. കാരണം ഇവിടെയാണ് മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് പൊക്കി നടക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സൗകര്യം, സത്യത്തിൽ ഈ ജനാധിപത്യത്തിന്റെ ആ സൗന്ദര്യം ഇവർ ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്കെതിരെ വരുന്ന സംഗതികളെ ഈ പറയുന്ന ഇരവാദത്തിലൂടെയാണ് ഇത് പലപ്പോഴും നേരിടുക. ഈ ഇരവാദം എന്ന് പറയുന്നത് ഞങ്ങൾ ഇരകളാണ്, ഞങ്ങൾ വേട്ടയാടപ്പെടുന്നവരാണ് എന്ന് പറയുന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കാൻ ഈ മുസ്ലിം ബ്രദർഹുഡ് കാലങ്ങളായിട്ട് ചെയ്തു വെച്ച സാധനത്തിന്റെ ബാക്കിയായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിവിടെ നമ്മളുടെ മൗദൂദികളാണ് അത് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ മുസ്ലിം ലീഗും അത് കുറെ ചെയ്തു വെക്കുന്നു. അങ്ങനെ ചെയ്തു വരുമ്പോൾ അതിന് ആംപ്ലിഫൈ ചെയ്യുന്ന പണിയാണ് ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇടതുപക്ഷം അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് അവർ വലിയ മാനവിക ബോധമുള്ള ഭയങ്കര മനുഷ്യസ്നേഹികളാണെന്ന് കാണിക്കാൻ വേണ്ടി, അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സാധനത്തെ കൂട്ടുപിടിക്കുന്നത്. മുസ്ലിങ്ങളായിട്ടുള്ള ഈ നേതാക്കൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ, അത് അവരുടെ കാര്യം ലാഭം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊരു സിംബയോട്ടിക് റിലേഷൻ ആയിട്ട് മാറുകയാണ് അവസാനം. അതായത് ഈ എന്താണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു അലയൻസ് അവിടെ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അതായത് ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗം കൊണ്ട് ഉപകാരം ഉണ്ടാവുകയാണ് അവിടെ. അത് സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ലൂപ്പിൽ ഈ ഒരു ട്രാപ്പിൽ ആളുകൾ പെടുകയാണ്. കാരണം ഇതിനെ എതിർത്താൽ
നിങ്ങൾ മനുഷ്യത്വമില്ലാത്തവനായി മാറും. ഇതിനെ അനുകൂലിച്ചാൽ നിങ്ങൾ വലിയ മാനവികവാദിയായി മാറും. അപ്പോ എന്തുകൊണ്ട് സാംസ്കാരിക നായകന്മാർ ഈ പറയുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നവോത്ഥാന നായകന്മാരാകാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ഇതിൽ ഇടപെട്ടാൽ നിങ്ങൾ ചിലപ്പോൾ നവോത്ഥാന നായകനായി എന്ന് വരും, പക്ഷെ നിങ്ങൾ ഒരു മൃഗമായിട്ട് മാറും എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. നിങ്ങൾ മനുഷ്യത്വമില്ലാത്തവനാണ് എന്നൊക്കെ നിങ്ങൾ വിളിച്ചു കളയും. അപ്പോ ഇതുപോലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് നിങ്ങളെ മായും പൂയും കൂട്ടി തെറി വിളിക്കുന്നൊന്നുമല്ല. നിങ്ങൾ നീയൊക്കെ ഒരു മനുഷ്യനാണോടാ എന്ന് ചോദിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറി. അത് ഭയന്നുകൊണ്ടാണ് ഇവർ സത്യത്തിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ ഇടപെടാത്തത്. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മളുടെ ഒക്ടോബർ 7-ന് ജൂതന്മാർക്കെതിരെ നടന്ന ആ ഒരു വലിയ തീവ്രവാദ ആക്രമണത്തിൽ നമ്മൾ കണ്ടത്. കാരണം അവിടെ നമ്മൾ കാണുന്ന എന്താണ്, ഇവർ ഇരകളോടൊപ്പം നിൽക്കുന്നു, ആക്രമിക്കപ്പെടുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ മാനവികവാദികളായി നിന്നിരുന്ന ആളുകൾ സത്യത്തിൽ ഒക്ടോബർ 7-ന് നിന്നത് ആരുടെ കൂടെയാണ്? അന്ന് ആക്രമിക്കപ്പെട്ട ആളുകളുടെ കൂടെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് അവര് ജൂതന്മാരോടൊപ്പം നിന്നാൽ അവർ കൊണ്ടു നടന്നിരുന്ന സാധനങ്ങൾ പൊളിയും. കാരണം അവർ അത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജൂതനാണ് ആക്രമിക്കുന്നവൻ, അവനാണ് ഒപ്രസർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഒക്ടോബർ 7-ന് കണ്ടത് ജൂതൻ ആക്രമിക്കപ്പെടുന്നത് 1200 ആളുകളെ കൊല്ലുന്നു തള്ളുന്നതാണ് കണ്ടത്. ഇത് ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ ഇവരൊരു കാര്യത്തിൽ പ്രതികരിക്കുന്നത് ആ സംഗതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇമേജിന് അതുകൊണ്ട് എത്രമാത്രം മനുഷ്യനായി മാറാം, മനുഷ്യത്വ രൂപം അതിന് എത്രമാത്രം കൈക്കൊള്ളാൻ പറ്റും, ഇത് നോക്കിയിട്ടാണ് ഒരു വിഷയത്തിൽ അവർ പ്രതികരിക്കുക. അപ്പൊ പ്രതികരിച്ചാൽ നിങ്ങൾ മനുഷ്യനല്ലാതെ ആകുമെന്നുണ്ടെങ്കിൽ അവർ നിശബ്ദരാകും. ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഹിന്ദുമത വിമർശനം നടത്തുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാകാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വലിയ മാനവികവാദിയാണ് അതുപോലെ പുരോഗമനവാദിയാണ് എന്നും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പേരെടുക്കാൻ പറ്റിയ സാധനമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും അത് ചെയ്താൽ മതി. നിങ്ങളിപ്പോ നിങ്ങളുടെ ഈ ചാനൽ നടത്തുമ്പോൾ നിങ്ങൾ പലപ്പോഴും നേരിടുന്നത് ഒരു സംഖ്യ വിളിയായിരിക്കും. നാളെ വന്ന് നിങ്ങൾ ഇതിനെ 2 ചീത്ത പറഞ്ഞു നോക്കിയാൽ നിങ്ങളെ ഏറ്റവും വലിയ മാനവികവാദിയായിട്ട് നിങ്ങളെ അവര് തന്നെ വാഴ്ത്തും. തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കഥ. ഇതൊക്കെ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് അറിയുന്നതുകൊണ്ട് നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരിഫ്, ഒരു അത്ര നിസ്സാരമായിട്ട് ഇവരുടെ ഈ ഒരു സ്വാധീനത്തെ, ഇടതുപക്ഷ ആവാസ വ്യവസ്ഥയിലുള്ള ഈ ഒരു മൗദൂദികളുടെയോ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെയോ ഒക്കെ ഒരു സ്വാധീനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഞാനത് ചോദിക്കുന്നതിന്റെ കാരണം അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇവർക്ക് ഉള്ള സ്വാധീനം ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, താങ്കൾ തന്നെ പറഞ്ഞു, ഈ ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ഭീകരാക്രമണം, അതിനെ തുടർന്ന് ഇസ്രായേലിന്റെ പ്രതിക്രിയ, അതിനെ സംബന്ധിച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിന്റെ ആദ്യത്തെ വരി തുടങ്ങുന്നത് ഓൺ ഒക്ടോബർ 7, 2023 ഇസ്രായേൽ ലോഞ്ച്ഡ് ആൻ അറ്റാക്ക് ഓൺ ഗാസ എന്നാണ്. അത്രയ്ക്കൊരു സ്വാധീനം ഇവർക്ക് ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള ഒരു സംഘടനയിൽ പോലും ചെലുത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഈ ഒരു നിസാരവൽക്കരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഈ ഇടതാവാസ വ്യവസ്ഥയിൽ ഇവര് ഈ ഇസ്ലാമോഫോബിയ പറഞ്ഞ് മാത്രമാണ് അവരെ സ്വാധീനിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു അലയൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു നിസാരവൽക്കരിച്ച് കാണുവാൻ സാധിക്കുമോ? അല്ല, ഇത് നിസ്സാരവൽക്കരിക്കല്ല ഞാൻ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഏതിനെ കാര്യമായിട്ട് എടുക്കണം എന്നുള്ളതിന് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള, നമ്മൾ ഈ പറയുന്ന ഫ്രിവലസ് ആയിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ആളുകളെ പിന്നാലെ പോയി നമ്മുടെ സമയം കളയരുത്. അതാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ എന്നാ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ എടുക്കണം. ഇപ്പൊ ഇസ്രായേലിന്റെ വിഷയത്തിൽ അവര് നടത്തിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ അവർ നടത്തുന്ന വിഷയങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യുന്നു. അതേപോലെ മറ്റു പല വിഷയങ്ങളും നമ്മൾ അവിടെ പറയുന്നുണ്ട്. പ്രിസൺസിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ക്രൂരമായ നടപടികളെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യുന്നു. തീർച്ചയായിട്ടും. അതേപോലെ ഇപ്പൊ ബെൻഗവീറിനെ പോലെയുള്ള ആളുകൾ, അവിടുത്തെ ആളുകൾ പറഞ്ഞ വളരെ തീവ്രമായ സ്റ്റേറ്റ്മെന്റ്സ്, അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നു, അക്കൗണ്ടബിൾ ആക്കുന്നു. ഇതാണ് അതിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ജനോസൈഡ് നടക്കാത്ത ഒരു സ്ഥലത്ത് ജനോസൈഡ് നടന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോയ ആളുകൾ റെട്ടറിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ചാൽ അത് റിപ്പോർട്ട് ആവില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ എന്തിനാണ് അതിന്റെ പിന്നാലെ പോകുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാനിവിടെ എന്റെ സോഷ്യൽ മീഡിയ ചാനലിൽ ഞാൻ വെച്ചിരുന്നു, 1 കോടി രൂപയാണ് ഞാൻ സമ്മാനം വെച്ചത്. ഇസ്രായേലിൽ ജനോസൈഡ് നടക്കുന്നു, ഇസ്രായേൽ ജനോസൈഡ് നടത്തുന്നു എന്ന് തെളിയിച്ചാൽ ഒരാൾക്ക് പോലും അത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഈ ആംനസ്റ്റിക്ക് പോലും അത് സാധിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ തള്ളിമറിക്കണം. അതിലൊക്കെ അവര് തന്നെ കൊടുത്തിരിക്കുന്ന കണക്കുകളിൽ അവര് തന്നെ സംശയം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ ആംനസ്റ്റി എന്നല്ല, UN എന്നല്ല, ഇവർക്കൊക്കെ അറിയാം ഇവര് പുറത്തേക്ക് വിടുന്ന ഈ പറയുന്ന റിപ്പോർട്ടുകൾ ഒരു മനുഷ്യക്കുഞ്ഞു പോലും വായിക്കാൻ പോകുന്നില്ല. അത് വായിക്കുന്നത് ആരാണ്? അൽ ജസീറയും ഇതുപോലുള്ള കുറച്ച് മുക്കാൽ ടീമുകളുണ്ട് ഈ മീഡിയ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവരത് എടുത്ത് ആംപ്ലിഫൈ ചെയ്യും, അത് വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ നടത്തും. ഇത്രയേ ഉള്ളൂ.
ഇതിനപ്പുറത്തേക്ക് അതിന് ലൈഫും ഇല്ല, അതിനൊരു ഒരു എക്സിസ്റ്റൻസും ഇല്ല എന്ന് അവർക്കും അറിയുന്നുണ്ട്. ഇതൊന്നും ആരും വായിക്കുന്നില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മളും മെഡിക്കൽ ഫീൽഡിലാണ്, നമ്മളും ഈ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നു, അതുപോലെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നു. നമുക്കറിയാം അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് എത്രമാത്രം എഫേർട്ട് ഉണ്ട്, അതിന്റെ ആ ഒരു ഡിസൈൻ എത്രത്തോളം കറക്റ്റ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ എൻഷുർ ചെയ്യുന്നതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമുക്കറിയാം. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന ആംനസ്റ്റി റിപ്പോർട്ട് ആയിക്കോട്ടെ, IPC റിപ്പോർട്ട് ആയിക്കോട്ടെ, ഏത് റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഇത് ഫോളോ ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതി അവരെ തന്നെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത് ഫ്രിവലസ് ആയിട്ടുള്ള സാധനങ്ങളായി മാറുന്നു. അതിന്റെ പിന്നാലെ നമ്മൾ സമയം കളയേണ്ട, സമയം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുക. ഇതാ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും. ഇനിയാണ് ഞാൻ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, താങ്കളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്, ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ നാം സംസാരിച്ചതാണ്, താങ്കൾ തന്നെ പറഞ്ഞതാണ്, താങ്കളുടെ ഒപ്പം നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ്. പേരുകൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആളുകളുടെ. താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. പറഞ്ഞോളൂ. കാരണം ഞാൻ താങ്കളെ ആദ്യമായിട്ട് കാണുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലിയാഖത്ത് അലിയുടെ ഒപ്പമാണ്. നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ് എന്ന് നിങ്ങളുടെ ശരീരഭാഷയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ലിയാഖത്ത് അലിക്ക് എന്ത് സംഭവിച്ചു? അതാണ് ഞാൻ പറഞ്ഞത്. ഈ നിങ്ങൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് എത്രത്തോളം സഞ്ചരിക്കും എന്നുള്ളത് അവിടെ വരാം. തീർച്ചയായിട്ടും. ഞാൻ എന്റെ ഇമേജിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ മിണ്ടാതിരുന്ന് ഇങ്ങനെ ഒതുങ്ങിപ്പോവും. ഇതാണ് ഉണ്ടാവുക. ആ ഇമേജ് എന്ന് പറയുന്നത് ഞാൻ വലിയ മാനവികവാദിയാണെന്ന് കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ മാനവികവാദിയാണ് എന്ന് കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ വിഷയം ഉണ്ടാവുന്ന സമയത്ത് അവിടെ മാനവിക പക്ഷത്ത് നിന്നുകൊണ്ടാണ് വേണ്ടത്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന മാനവികവാദികൾ ആരും തന്നെ ഒക്ടോബർ 7-ന് ആ പറയുന്ന ജൂതന്മാരോടൊപ്പം നിന്നിട്ടില്ല. ഈ ഗാസയില് ഇപ്പോഴും അവർ പറയുന്നത് അവിടെ വലിയ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വംശഹത്യ നടത്തുന്നതിന് കാരണക്കാരായത് ഹമാസ് ആണെന്നും ആ ഹമാസ് ഒഴിഞ്ഞു പോകണമെന്നും പറയുന്ന ഗാസക്കാരെ അവർക്ക് ഇപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയുകയും എന്നിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചുമാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഹമാസിന്റെ ഡിസാമമെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളത് ഇവർക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണ്? കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്, ഒക്ടോബർ 7-ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ ജൂതന്മാരോടൊപ്പം നിൽക്കാൻ പറ്റാതെ പോയത്, അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഹമാസിനെ ഡിസാം ചെയ്യണം എന്ന് പറയുന്ന ആ തീരുമാനത്തോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തത്. കാരണം ഈ പറയുന്ന അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഈ ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് ആണ് എന്ന് പോലും ഇവർക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. അത് സംബന്ധിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് ഇമേജും പൊളിയും. തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലുള്ള ചില വിഷയങ്ങൾ, ഓരോ വിഷയം, ഇപ്പൊ അസ്കർ അലിയുടെ വിഷയം വന്നപ്പോ അതിനകത്ത് അസ്കർ അലിയെ ഈ ജിഹാദി കൂട്ടങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് അവർക്ക് അനുകൂലമാകുന്ന നടപടി വെച്ച ആളാണ് ഈ ലിയാഖത്ത്. അതുകൊണ്ടാണ് അന്ന് നമ്മൾ ആശയപരമായിട്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ എതിർപ്പ് ആദ്യമായിട്ട് പുറത്ത് പ്രകടിപ്പിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും. കാരണം അവിടെ അസ്കർ അലി പറയുന്നതിലെ ന്യായം നമ്മൾ മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിന് പകരം അവിടെ ചെയ്തത് ഞാൻ നുണ പറയുന്ന ആളുടെ ഒപ്പം നിൽക്കില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപട ശ്രമം നടത്തി അതിൽ കുടുങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. സത്യത്തിൽ അസ്കർ അലി പറഞ്ഞതായിരുന്നു സത്യം. കാരണം ഇതേ അസ്കർ അലിക്ക് പിന്നീട് പഠിക്കാനും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ പങ്കുവഹിച്ചിട്ടുള്ള ആ ഒരു ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അസ്കർ അലി അവിടുന്ന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും നമ്മൾ കോണ്ടാക്റ്റിലുണ്ട്. ആ ഒരു പോക്കിലോ ആ സർവൈവൽ ഉണ്ടാക്കുന്നതിലോ എന്ത് പങ്കാണ് ലിയാഖത്തിന് ഉണ്ടായിരുന്നത്? അവിടെ നമ്മൾ ലിയാഖത്ത് എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള രീതിയിലല്ല, ഇതൊരു സംഘടനയുടെ ഉത്തരവാദിത്തം ഉള്ള ഒരാളാണ്. എക്സ് മുസ്ലിം സംഘടനയുടെ പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മതം വിട്ടുവരുന്ന ആളുകൾ നേരിടുന്ന സാമൂഹികവും അതുപോലെ മറ്റ് ഇതുപോലുള്ള പ്രഷർ അതുപോലുള്ള വിഷയങ്ങളിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരവാദിത്തം. ആ സമയത്ത് നേരെ വിപരീതം എന്നുള്ളതല്ല, അവരെ വൾണറബിൾ ആക്കുന്ന പണിയാണ് സത്യത്തിൽ അന്ന് ലിയാഖത്ത് അലി. അതുകൊണ്ടാണ് ആ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും എക്സ് മുസ്ലിം സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും ഘടകവിരുദ്ധമായി നിന്നു എന്നതിന്റെ പേരിലാണ് നമ്മൾ അന്ന് അതിനോട് എതിർ നിൽക്കുന്നത്. അല്ലാതെ അവിടെ ഇമേജിന്റെ പ്രശ്നമല്ല എനിക്കുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് പിന്നീട് ഓരോ വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് വന്നിട്ടുണ്ട്. ഹിജാബ് വിഷയം വരുന്നു. അപ്പൊ ഹിജാബ് വിഷയം വരുമ്പോൾ അത് സംഖ്യ അവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ അത് ശരിയാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ പുള്ളി അത് മിണ്ടാതിരുന്നു. ശരി. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അല്ലാതെ ഇതില് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ സംഘടനാപരവും അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള ആശയപരവും. പിന്നീട് ഇത് പിടിക്കപ്പെടുമ്പോ അതിൽ നിന്നും ജാള്യത മറയ്ക്കാൻ വേണ്ടി ചില വ്യക്തിപരമായ ആരോപണങ്ങൾ പുള്ളി
ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ അത് പിന്നെ പുള്ളിക്ക് തന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് പിന്നെ അത് കൂടുതൽ അകലമായി മാറി. അതാണ് ഉണ്ടായത്. അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ആളോട് പകയോ അല്ലെങ്കിൽ അങ്ങനെ ആക്രമിക്കണം എന്നൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ പുള്ളിയുടെ കാര്യങ്ങൾ ഞാൻ പോലും പുള്ളിയുടെ വീഡിയോ കാണാറുണ്ട് പലതും. കാരണം ചില കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അത് കാണണം. അത് ഇപ്പൊ ആരെയാണെങ്കിൽ നമ്മൾ കാണുക എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഈ ലിയാഖത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല ഉദ്ദേശിച്ചത്. ഞാൻ താങ്കളെ ലിയാഖത്തിനെയും ഒരുമിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞത്. ഈ യുക്തിവാദികളുടെ ഇടയിൽ, യുക്തിവാദികൾ അല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിംസിന്റെ ഇടയിൽ ചിലപ്പോഴൊക്കെ ഇത്തരത്തിലൊരു കുഴപ്പങ്ങൾ പുറത്തു നിന്നുണ്ടാക്കുന്നതാണോ അകത്തു നിന്നുണ്ടാക്കുന്നതാണോ? ലിയാഖത്തിന്റെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ ജബ്ബാർ മാഷിനെയൊക്കെ ബ്ലോഗിന്റെ കാലം മുതൽ ഞാൻ പിന്തുടരുന്ന ഒരാളാണ്. ഒപ്പം തന്നെ ജബ്ബാർ മാഷിനോടൊപ്പം അന്ന് വീഡിയോകളിൽ ഞാൻ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയൂബ് മൗലവി. ആ അയൂബ് മൗലവി ഇന്ന് നേരെ 180 ഡിഗ്രി തിരിഞ്ഞ് മാറ്റം വന്നിരിക്കുന്നു. സത്യമല്ലേ? അതെ അതെ. ഈ മതം വിട്ട ആളുകളെ ഈ വിഷയം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഹിന്ദു മതം ഉപേക്ഷിച്ച ആളെ നോക്കിയോ ഒരു ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ച ഒരാളെ നോക്കിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാം. തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ എക്സ് മുസ്ലിം എന്നുള്ള വാക്ക് മാത്രമാണ് നിങ്ങൾ എപ്പോഴും കേൾക്കുക. എക്സ് ഹിന്ദു, എക്സ് ക്രിസ്ത്യാനി ഒന്നും ഇവിടെ ആരും കേൾക്കാറില്ല. ഇല്ല. അപ്പോ ഒരു മതം ഉപേക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഓരോ വ്യക്തിയും നേരിടുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഇപ്പൊ ഈ ഇവിടെ പരാമർശിച്ച ലിയാഖത്ത് തന്നെ, ലിയാഖത്തിന്റെ സഹോദരങ്ങൾ ലിയാഖത്തിനെ വേട്ടയാടി നിന്നിരുന്നൊരു സമയമുണ്ട്. ലിയാഖത്തിന്റെ ഉമ്മയെ കാണാൻ അനുവദിക്കാതിരുന്ന സമയമുണ്ട്. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് അതിൽ നിന്ന് മുന്നോട്ട് പോയ വ്യക്തിയാണ് ഈ പറയുന്ന ലിയാഖത്ത് അലി എന്ന് പറയുന്നത്. അയ്യൂബ് മൗലവിയും അതേപോലെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് തന്നെയാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഈ പറയുന്ന ജബ്ബാർ മാഷായാലും ഇവിടുത്തെ യുക്തിവാദി സംഘമൊക്കെ പല രീതിയിൽ എസൻസ് ഗ്ലോബൽ ഇവരൊക്കെ സഹായിക്കുന്നതിനൊക്കെ മുന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ് ഈ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ. പക്ഷെ എന്നാലും ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ ആ വ്യക്തിക്കാണ് വലുതാവുക. അത് എത്രമാത്രം അതിന്റെ വ്യാപ്തി ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് അവരെ സർവൈവൽ അതിനകത്ത് ഈസി ആവുന്നതോ ഡിഫിക്കൽട്ട് ആവുന്നതോ. അയ്യൂബ് മൗലവിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അത് പിടിച്ചു നിൽക്കാൻ ആൾക്ക് സാധിച്ചിട്ടില്ല. അതിലൊരു പ്രധാന ഘടകം സാമ്പത്തികം തന്നെയാണ്. എല്ലാവരുടെയും പ്രശ്നം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. അംബാനിക്കും അത് തന്നെയാണ് പ്രശ്നം. അപ്പോ എനിക്കും അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എത്രമാത്രം സാമ്പത്തികമായിട്ട് അതിനകത്ത് സർവൈവൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ സാധ്യമാവുന്ന രീതിയിൽ നമ്മൾ അത് അറ്റൈൻ ചെയ്യുന്നു, അത്രയും കണ്ട് നമ്മുടെ സർവൈവൽ അവിടെ എളുപ്പമാവുന്നു. തീർച്ചയായിട്ടും. അപ്പോ അത് പറ്റാത്ത ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് സൈലന്റ് ആവേണ്ടി വരും, മൈൽഡ് ആകേണ്ടി വരും. പിന്നെ ചിലപ്പോ അവരുടെ ടൈം ചേഞ്ച് ചെയ്തതിന്റെ ഭാഗം. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നു, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പറയാ. കാരണം നമുക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യം വരില്ല. കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ പറയുന്ന ആളുകൾ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യവുമില്ലാതെ വരാം. കാരണം ഇപ്പൊ തന്നെ ഇതൊക്കെ പൊളിഞ്ഞടങ്ങി പല കാര്യങ്ങളും. ഇന്നിപ്പോ ഇസ്ലാമൊക്കെ വെന്റിലേറ്ററിലായി കിടക്കുകയാണ്. അപ്പൊ വെന്റിലേറ്ററായി ചത്ത ശവത്തിനെ വീണ്ടും കൊല്ലേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി ഓൾറെഡി വെന്റിലേറ്ററായി കിടക്കുന്നതിന് പിന്നെ നമ്മൾ ഇടിച്ചു കൂത്തേണ്ട കാര്യമില്ല. ആ കൊമ്പും മുനയൊക്കെ ഒരുപാട് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമ്മൾ ഇത്രയും രൂക്ഷമായിട്ട് പറയേണ്ടതായിട്ട് വരില്ല. അപ്പൊ അത് മാറുന്നതിനനുസരിച്ച് നമ്മൾ മൈൽഡ് ആവാം. അങ്ങനെ പല റീസൺസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ മാറുകയാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇതിനെ മയത്തിൽ പറഞ്ഞാൽ മതിയില്ലേ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിനകത്ത് മതം നമ്മൾ ഉപേക്ഷിച്ചാലും ഒരു സ്വത്വബോധം എന്ന് പറയുന്ന ഒരു വിഷയം അപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും. അത് പല ആളുകൾക്കും അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാറില്ല. അത് ആ ഒരു സ്കെലട്ടൺ ആണ്. നമ്മള് മറ്റേ ആത്മാവ് പോയാലും ശരീരം ബാക്കിയാവുന്നു എന്ന് പറഞ്ഞ മാതിരി അത് രണ്ടും രണ്ടാവുന്നില്ല. ആ ഒരു പ്രശ്നം ഇവിടെ പല ആളുകൾക്കും ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല. സത്യം പറഞ്ഞാല് ഇസ്ലാം എന്ന് പറയുന്നതിന് ഐഡന്റിറ്റിയും അതിന്റെ പൊളിറ്റിക്സും അതുപോലെ ആ വിശ്വാസവും ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച ആളാണ്. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെയല്ല. എനിക്കത് പറ്റുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവുണ്ട്. കാരണം ഞാൻ ഈ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതിന് മുന്നേ ഉപേക്ഷിച്ചത് ഹോമിയോപ്പതിയാണ്. ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ഹോമിയോപ്പതിനെയാണ്. അന്ന് ഞാൻ കേട്ട ചോദ്യം അതേ ചോദ്യം തന്നെയാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ ഞാൻ കേൾക്കുന്നത്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഹോമിയോപ്പതിയുടെ സ്ഥാനത്ത് ഇസ്ലാമാണെന്നേ ഉള്ളൂ. കാരണം അന്ന് എന്നോട് ചോദിച്ചത് എന്താണ്, നീ ഇങ്ങനെ ഹോമിയോപ്പതിനെ വിമർശിക്കുമ്പോ ഇത് ബാക്കി നിന്റെ സുഹൃത്തുക്കളായ ഹോമിയോ ഡോക്ടർമാർക്ക് വിഷമാവില്ലേ, നിന്നെ പഠിപ്പിച്ച സാറുമാർക്ക് വിഷമാവില്ലേ എന്നാണ് എന്നോട് ചോദിച്ചിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞു, അവരെ നോക്കിയിട്ട് ഞാൻ ഇത് വിമർശിക്കാതിരുന്നാൽ ഇത് കൂടുതൽ ആളുകൾ ഈ കുഴിയിൽ ചാടും. അപ്പൊ എന്റെ ലക്ഷ്യം കൂടുതൽ കുട്ടികൾ ഇത് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അവിടെ ഞാൻ ഈ പറയുന്ന ടീച്ചർമാർക്ക് വിഷമാവോ എന്റെ കൂട്ടുകാർക്ക് വിഷമാവോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല. എന്ന് പറഞ്ഞ മാതിരി ഇസ്ലാം എന്ന് പറയുന്ന കുഴിയിലേക്ക് കൂടുതൽ ആളുകൾ ചാടുന്നു, ജിഹാദികളാവുന്നു. ഇതെല്ലാം പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്റെ കൂട്ടുകാർക്കും എന്റെ വാപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ എന്റെ ഉസ്താദുമാർക്കും വിഷമാവില്ലേ എന്ന ചോദ്യമായിട്ടാണ് എനിക്കത് കാണുന്നുള്ളൂ.
തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലാവുകയാണ്. ഇതെല്ലാവർക്കും സാധിക്കാത്തത് ഇങ്ങനെ ഒരു പാരലൽ ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എനിക്കത് ആ പാരലൽ ഉണ്ടായതുകൊണ്ട് എളുപ്പമായി. അതെല്ലാവർക്കും പറ്റുന്നില്ല, അത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു സാധനം മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾക്കും ചിന്തിക്കാമല്ലോ, ഇപ്പൊ നിങ്ങളും ഈ ഹിന്ദുമതം ഇനി ഒരു പക്ഷെ ഉപേക്ഷിച്ചാൽ നിങ്ങളും ചിലപ്പോൾ ഹിന്ദുമതത്തെ വിമർശിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഗുരു എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ടീച്ചർ എന്ത് വിചാരിക്കും, അച്ഛൻ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് മിണ്ടാത്ത എത്ര ഹിന്ദു സഹോദരങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ ഇതെല്ലാവർക്കും ബാധകമാണ്. പക്ഷെ നമ്മളിവിടെ ഈ ഹോമിയോപ്പതി ആയാലും ഈ പറയുന്ന ഇസ്ലാം ആയാലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ്. ഇനി ആർക്കെങ്കിലും വിഷമമാകുമോ എന്ന് കരുതിയിട്ട് ഞാനൊരു കാര്യം പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഞാൻ പറയാതിരിക്കേണ്ടത് ഹോമിയോ വിമർശനമാണ്. കാരണം അത് അവരുടെ ജീവിത ആ ഒരു ലൈവ്ലിഹുഡിനെ പോലും ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പൊ ഇസ്ലാമിനെ വിമർശിച്ചു വിചാരിച്ചാൽ ആരും കഞ്ഞുകൂടിയൊന്നും മുട്ടാൻ പോകുന്നില്ല. പക്ഷെ ഹോമിയോപ്പതിയെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേഷ്യന്റിനെ ബാധിക്കും, ക്ലിനിക്കിനെ ബാധിക്കും, അവരുടെ പല പല പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം നിർത്തേണ്ട ഹോമിയോ വിമർശനമായിരുന്നു. അപ്പൊ അത് ഞാൻ നിർത്തിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു ഇസ്ലാമിനെ വിമർശനം നിർത്തണം? അപ്പോ ആ ഒരു പാരലൽ ഉള്ളത് കൊണ്ടും അത് മനസ്സിലാക്കാൻ നമുക്ക് അങ്ങനെ സാധിക്കുന്നതുകൊണ്ടുമാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇതില്ലാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും ഇതിലെ ഒരു ബാലൻസ് കണ്ടെത്താൻ പറ്റാത്തതും. അവര് പിന്നീട് ഇതിനെതിരെ പറയുന്നവരായി മാറുന്നു, നമുക്കെതിരെ തിരിയുന്നവരാകുന്നു, അതല്ലെങ്കിൽ അവർ പിന്നീട് നിശബ്ദരായി പോകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതുപോലെ പാരലൽ ഇല്ലാതെ കൃത്യമായിട്ട് ഇത് പറയുന്ന ആളുകളുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് ഇതുപോലെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെപ്പോഴും നമ്മളോട് വന്ന് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും വന്ന് നമ്മളെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാറുണ്ട്. തീർച്ചയായിട്ടും. ആരിഫ്, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ സത്വബോധത്തിന്റെ എല്ലാം കാര്യം പറഞ്ഞു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് താങ്കളുടെയും ഒക്കെ അഭിപ്രായത്തിൽ നിന്ന് ഈ ഇസ്ലാം എന്ന ഒരു ഐഡിയോളജിയെ, ഒരു ആശയത്തെ അല്ലെങ്കിൽ ആ മതത്തെയാണ് താങ്കൾ എതിർക്കുന്നത്, ഒരിക്കലും മുസ്ലിം സമുദായത്തെയോ സമൂഹത്തെയോ അല്ല. എനിക്ക് പലപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നുമൊക്കെ തോന്നിയിട്ടുള്ളത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ഈ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, ആത്മാർത്ഥത, അത് അവരുടെ മതത്തിനോടായാലും മറ്റെന്തിനോടായാലും അവരത് ആത്മാർത്ഥത അത് ശരിക്കും സക്രിയമായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചാനലൈസ് ചെയ്തു കഴിഞ്ഞാൽ മതം വിട്ടേക്കൂ, മതം അവർ സ്വകാര്യമായി പിന്തുടരുകയോ പിന്തുടരാതിരിക്കുകയോ അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം നമ്മൾ രണ്ടാളുടെയും കാര്യത്തിൽ. അവരൊരു സക്രിയമായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ടും ദേശത്തിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചാൽ ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സമൂഹമായി അവർ മാറാനുള്ള സാധ്യതയില്ലേ? ഇത് ഞാന് സത്യത്തിൽ ഇത് കഴിഞ്ഞ ദിവസം വേറൊരു പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ച ചോദ്യമാണ്, അല്ലെങ്കിൽ ഓർത്ത കാര്യമാണ് ഇത്. അതായത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിസിസിസ്റ്റ് ഒരിക്കൽ പ്രസംഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ലോകത്ത് 1% പോലും ഇല്ല ജൂതന്മാര്, പക്ഷെ 20% നോബൽ പ്രൈസുകളും ജൂതന്മാരുടെ പേരില്ല. ഓക്കെ, പക്ഷെ 25% മുസ്ലിങ്ങളുണ്ട്. 1% പോലും നോബൽ പ്രൈസ് മുസ്ലിങ്ങൾക്കില്ല. അപ്പോ ഈ 25% മുസ്ലിങ്ങളും ഈ 0.2% ഉള്ള ജൂതന്മാരെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നോബൽ പ്രൈസ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നേനെ? ഇതാണ് ആ ചോദ്യം. അപ്പോ ഞാനും പറയുന്നത് തന്നെയാണ്. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവര് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു, എന്റെ ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ സത്യത്തിൽ ഈ മതം അവർക്ക് ഉണ്ടാക്കുന്ന ക്ഷതങ്ങളെ കുറിച്ച് അവര് അജ്ഞരാണ്. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് അവരെ പറഞ്ഞ് പറ്റിച്ച ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയാ. ഒന്നുകൂടിയും ചുരുക്കി പറഞ്ഞാൽ, അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് സത്യത്തിൽ ചെയ്യാനുള്ള വഴികൾ ഉണ്ട്, അത് തടഞ്ഞിട്ടിരിക്കുന്നത് ഈ മതമാണ്. തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അത് ഓരോ രാജ്യത്തും നമ്മൾ കണ്ടോണ്ടിരിക്കും. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ എടുത്തു നോക്കുക. 1960-കളിൽ എങ്ങനെ ഉണ്ടായിരുന്ന രാജ്യമാണ്, ഇന്ന് അത് എങ്ങനെ നിൽക്കുന്നു? ഇറാൻ എങ്ങനെ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു 79-ക്ക് മുന്നേ? 79-ന് ശേഷം അതെന്തായി മാറി? ഇന്ന് അവിടെ പെൺകുട്ടികൾ അവർ പഠിച്ചിറങ്ങിയാൽ അവർക്ക് ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേപോലെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നോക്കുക, ഇവിടെയൊക്കെ നമ്മൾ കാണുകയാണ് ഇത് കുത്തിത്തിരികാൻ നോക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സംസാരിക്കാനിടയായ ഈ വിഷയം തന്നെ എക്സ് ആൻഡ് വൈ, ഈ പറയുന്ന എൻട്രൻസ് കോച്ചിങ്, ഇവിടെ എന്തോരം എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ? ഇവര് മാത്രം എന്തിനാണ് ഈ ഒരു എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന വേദിയിലേക്ക് ഈ മത പ്രഭാഷണം നടത്തുന്ന റാഡിക്കലായിട്ട് കാര്യങ്ങൾ പറയുന്ന ഈ പ്രവീൺ തൊഗാഡിയെ പോലെയോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്ന അതുപോലുള്ള ആളുകളെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തീർച്ചയായിട്ടും. അപ്പൊ ഈ പറയുന്ന വേദികളിലൂടെ കടന്നു പോകുന്ന ആ വ്യക്തികൾ, ആ കുട്ടികൾ, അവര് കൂടുതൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയും ഇതുകൊണ്ടുണ്ടാവുന്ന കാര്യം എന്താണ്? ഇനി നമ്മളിവിടെ വൈറ്റ് കോളർ ജിഹാദ് എന്ന് വിളിക്കേണ്ടി വന്നു. വൈറ്റ് കോളർ ജിഹാദിൽ ഉൾപ്പെട്ടത് മുസ്ലിങ്ങളല്ലേ?
അവര് സാമ്പത്തികമായിട്ട് പിന്നോക്കമൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല. അവര് നല്ല ഡോക്ടർമാരായിരുന്നു. ഇപ്പൊ ഈ ഓരോ തവണയും നിങ്ങൾ വാർത്ത എടുത്ത് നോക്കുക, NIA പിടിച്ചു അല്ലെങ്കിൽ ATS പിടിച്ചു എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ ഇതിൽ പിടിക്കപ്പെടുന്നത് ആരാണ് കൂടുതലും? എഞ്ചിനീയർമാര്, അതെ. ഡോക്ടർമാര്. അപ്പൊ ഇവർക്ക് വിദ്യാഭ്യാസത്തിന് കുറവല്ല. ഉം. ഒരു മതബോധം തലയിൽ കയറി കഴിയുമ്പോൾ വിദ്യാഭ്യാസമോ ഈ ഇഹലോകമോ അല്ല വലുത്, എല്ലാം മരണശേഷമാണ് എന്നുള്ള ആ ഒരു വികലമായ മതചിന്ത കലശലായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. പിന്നെ നിങ്ങൾ ഹൂറികൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന വെറും ഹൂറന്മാരായിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. മുസ്ലിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് ഹിന്ദുവോ സംഘിയോ ഒന്നും അല്ല, അത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്നാൽ ഞാൻ ഇതിൽ സന്തോഷം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ഇപ്പൊ സമസ്തയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള പല ആളുകൾ ഇത് തിരിച്ചറിയുകയും നമ്മളോട് സ്വകാര്യമായിട്ടാണെങ്കിൽ ഇത് സംസാരിക്കാൻ തയ്യാറാവുകയും അങ്ങനെ ഒരു ബന്ധം കൂടി വരുന്നതുകൊണ്ട് കുറെയൊക്കെ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മുസ്ലിങ്ങൾ മൊത്തം ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ്. ഇല്ല, അത് പറയുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. കാരണം സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട ചിലരുമായിട്ട് എനിക്കും സംസാരിക്കാൻ ഇട വന്നിട്ടുണ്ട്. അവർ സ്വകാര്യമായിട്ട് നമ്മളോടും പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അതെ, അവരുടെയും മുന്നിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഈ മൗദൂദി അല്ലെങ്കിൽ സലഫി വിഭാഗങ്ങളെ എതിർക്കുന്നതിൽ ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവിടെ ഒരു സംഖ്യയല്ല, അത് ഈ സമസ്ത തന്നെയാണ്. അപ്പൊ ഇത് അവർക്കും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരെയും കൂടി എംപവർ ചെയ്യുക എന്നുള്ള പണിയാണ് നമ്മളിപ്പോ ഇനി എടുക്കേണ്ടത്. ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു വലിയൊരു ചുമതലയുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള ആളുകൾക്ക്. അപ്പൊ നിങ്ങൾ അത് കൂടുതൽ അവർക്കുള്ള സ്പേസ് ആയിട്ട് മാറണം. അവർ പറയുന്ന കാര്യങ്ങൾ ഇവരെ കണ്ട് പഠിക്കുമെന്ന് പറയണം നമുക്ക്. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾക്കറിയാലോ, ഇവിടെ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്, ഈ അമ്പലത്തിന് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചപ്പോ അതിനെതിരെ സംസാരിച്ചത് സമസ്തയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അത് നമ്മൾ പറയണ്ടേ? അതെ, തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെ പറഞ്ഞ വോയിസുകളുടെ എണ്ണം കൂട്ടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് മുജാഹിദ് ബാലുശ്ശേരിമാർക്ക് പിന്നെ അത് പറയാൻ പറ്റാതെ ആവുള്ളൂ. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് നമുക്ക് കൈമോശം വന്നു. അത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. തീർച്ചയായിട്ടും. ഇരുപക്ഷത്തും ഉണ്ടായെന്ന് വരാം. കാരണം മറുപക്ഷത്ത് നിന്ന് ആക്രമണം ഉണ്ടായത് കൂടുതൽ രൂക്ഷമായി പോയത് കൊണ്ടും ആകാം ഒരു പക്ഷേ. അല്ലല്ല, അത് അവർക്ക് അത് പറയാൻ പറ്റാതെ ആയിപ്പോയി. കാരണം ഉസ്താദുമാര് തമ്മിലുള്ള പ്രശ്നമാകുമ്പോ വിശ്വാസികൾ എന്ത് ചെയ്യും? അവരാണ് കൊടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ വന്നപ്പോ വിശ്വാസികൾക്കും പറയാനുള്ള അവസരമായി മാറി. തീർച്ചയായിട്ടും. അത് അവർ ഉപയോഗിക്കണം. അതാണ് ആ മിസ്റ്റേക്ക് പരിഹരിക്കാനുള്ള വഴി. അല്ലാതെ എല്ലാം ഉസ്താദുമാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബാലുശ്ശേരിമാര് വളരും. തീർച്ചയായിട്ടും. അപ്പോ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഉസ്താദുമാർക്ക് പിന്തുണ കൊടുക്കാൻ കഴിയും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഹൈത്തമിയെ പോലെയൊക്കെയുള്ള ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ പോസ്റ്റ് വരെ മുക്കേണ്ടി വരുമ്പോ ആ ഹൈത്തമിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്ര നല്ല മുസ്ലിങ്ങൾ തയ്യാറായി? അതുണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ വരുമ്പോഴാണ് ഹൈത്തമിക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ തുടർന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ അത് സംഭവിക്കുന്നില്ല. അപ്പൊ അതൊക്കെ വരണം, അപ്പോഴേ ഇത് മാറ്റം വരുള്ളൂ. പക്ഷെ ഇത്രയെങ്കിലും സംഭവിക്കണ്ടല്ലോ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അതാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും. ഇടയ്ക്ക് ഒരു ചെറിയ ലൈറ്റ് ഹാർട്ടഡ് ക്വസ്റ്റ്യൻ. താങ്കൾ ഒരു എക്സ് ജിഹാദി ആയിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ സത്യത്തിൽ ലൈറ്റ് ഹാർട്ടഡ് ആണ്, കുറച്ച് ഒരു ഗൗരവമുള്ള വിഷയമാണ്. ജിഹാദി ആണ് ആയിരുന്നല്ലോ, ക്ഷമിക്കുക, എക്സ് ജിഹാദി ആണല്ലോ. ജിഹാദി ആയിരുന്ന സമയത്ത് ഈ ഹൂറികൾ എന്നുള്ള വിശ്വാസത്തിൽ സത്യത്തിൽ വിശ്വസിച്ചിരുന്നു? സത്യത്തിൽ എന്നല്ല, ഒരു ഇസ്ലാം മത വിശ്വാസിനെ നയിക്കുന്നത് ഹൂറികളെ കുറിച്ചുള്ള ചിന്തകളെക്കാൾ ഉപരി നരകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, വേദനയാണ് നമുക്ക് എപ്പോഴും ആദ്യത്തെ പ്രശ്നമായിട്ട് വരിക. അപ്പൊ നരകം എന്ന് പറയുന്നത് ഒരു വലിയ വേദനയാണ്. ഇപ്പൊ നിങ്ങള് ഇപ്പൊ എന്താണ്, 5ാം നിലയിൽ നിന്ന് ചാടിയാൽ നിങ്ങൾക്ക് താഴെ ഒരു മെത്ത വിരിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് 1 കോടി സ്വർണവും വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. എന്നാൽ പോലും നിങ്ങൾ ചാടൂല. കാരണം എന്താണ്? സ്വർണം ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ കൈയും കാലും ഒടിയോ എന്നുള്ള പേടിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മളെ പ്രശ്നം വേദനയാണ്. അപ്പൊ ഈ പെയിൻ സൈക്കോളജിയിലാണ് ഈ മതങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അത് ഇസ്ലാമും അങ്ങനെ തന്നെയാണ്. ഇപ്പോ എന്താണ്, നോ പെയിൻ നോ ഗെയിൻ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഒരു പെയിൻ തിയറി എല്ലാത്തിലും ഓപ്പറേറ്റ് ചെയ്യും. എല്ലാ ഹിന്ദു മതത്തിലൊക്കെ അത് തന്നെയാണല്ലോ നമ്മൾ കാണുന്നത്. ദൈവങ്ങൾ പ്രസാദിക്കണമെങ്കിൽ ചോര കാണണം, ബലി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ അവിടെ ആ ഒരു സാധനം വരികയാണ് ഏതെങ്കിലുമൊക്കെ രൂപത്തില്. അതെ, അപ്പൊ ഇസ്ലാമിലും ഈ പറയുന്ന നരക ശിക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഇതാണ് സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിച്ചുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഹൂറികളെ കുറിച്ചുള്ള ചിന്ത വരിക. അത് പിന്നെ സ്വാഭാവികമായിട്ടും വരും. നമ്മൾ അതിനെ കുറിച്ച് സ്വപ്നം കാണും. അതൊക്കെ അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ്. ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു, പക്ഷെ ഫസ്റ്റ് അതല്ല, അത് സെക്കൻഡ് ആണ്. ഫസ്റ്റ് നരകമാണ്. തീർച്ചയായിട്ടും. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ ഒരു നവീകരണത്തിന്റെ സമസ്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നമ്മൾ സംസാരിച്ചു. ചേക്കന്നൂർ മൗലവിയുടെ കാലത്ത് നിന്ന് എത്രത്തോളം മുൻപോട്ട് പോയിട്ടുണ്ട് ഈ സമുദായത്തിലെ നവീകരണം
താല്പര്യമുള്ള ആളുകളുടെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സ്വീകാര്യത താങ്കളുടെ ഒരു വീക്ഷണത്തിൽ? അതായത് ചേകന്നൂർ മൗലവി ഒക്കെ ഇന്നാണ് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കൊന്നു കുഴിച്ചു മൂടേണ്ടി വരും ഒരു 10 തവണയെങ്കിലും. തീർച്ചയായിട്ടും. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോ ഇത് ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ടു മതവിമർശനം. തീർച്ചയായിട്ടും. ഈ മതത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്ന് പറയുന്ന എല്ലാ മതവും കണക്കാണ് എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ശരിക്കും വന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഇസ്ലാമിന് കൊമ്പുണ്ടായിരുന്നു, പല്ലൊക്കെ ഉണ്ടായിരുന്നു, നഖമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ എല്ലാം കണക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചും കുറെയൊക്കെ സുഖമായിട്ട് പറയാം. തീർച്ചയായിട്ടും. ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടുത്തെ ഇടതുപക്ഷം ഇപ്പോഴും പൊതിഞ്ഞ് കെട്ടി നടക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് അങ്ങ് അയഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം ഒരു ഫെയർ ഒരു ലെവൽ ഗ്രൗണ്ടിലേക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ മതങ്ങളെ പോലെ തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഞാനിതിൽ കാണുന്നത് സിനിമകൾക്കാണ് വലിയ പങ്ക്. തീർച്ചയായിട്ടും. സിനിമകളിലും കൂടി ഈ പറയുന്ന ഇസ്ലാം മത വിമർശനം വരണം. അപ്പോഴാണ് ഇത് കൂടുതൽ അക്സെപ്റ്റബിൾ ആവുക. ഈ കഴിഞ്ഞ ദിവസം താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ആട് 3 എന്ന സിനിമയെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. സത്യമാണ്. പക്ഷെ അതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഇപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു കഴിഞ്ഞ 15 വർഷങ്ങളെങ്കിലുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡോ പോസിറ്റീവ് ഷെയ്ഡോ മുഹമ്മദ് എന്നുള്ള പേര് കഥാപാത്രങ്ങൾക്ക് ഇടാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോളൂ. വില്ലന്മാർക്ക് ഒട്ടുമില്ല. അതൊക്കെ വരുന്നേ. ഇപ്പൊ നമുക്ക് ജോസഫ് മാസ്റ്റർ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കാ ഇപ്പൊ കൈ പോകണമെന്ന് ഇത്ര വലിയ ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ മാറും. ഞാനും പറഞ്ഞത് സിനിമകള് ഇപ്പോഴും ഇങ്ങനെ കഷ്ടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നാലും ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ട്രാൻസ് ഒക്കെ എന്ന് പറയുന്ന മൂവിയൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ നമ്മളുടെ മറ്റേ നിർമാല്യം മൂവിയില് വിഗ്രഹത്തിന്റെ മുകളിലേക്ക് കാർക്കിച്ച് തുപ്പുന്നത് 1970-കളിലാണ്. അതെ. ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സാധനം ഇസ്ലാമിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ കാർക്കിച്ച് തുപ്പണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മുഹമ്മദ് നബിയുടെ ഒരു ഇപ്പൊ നമ്മളെ മീസമാധവനില് നമ്മള് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി ഹരിശ്രീ അശോകന് വരാൻ പറ്റുന്ന പോലെ ഒരു മുഹമ്മദ് നബിയുടെ വേഷം കെട്ടിയിട്ട് ഒരാൾക്ക് വരാൻ കഴിയണം സിനിമയില്. ആ കാലം വരട്ടെ, അത് സിനിമയിൽ തന്നെ വരുള്ളൂ. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഈദ് മുബാറക്ക് പറയുന്ന ഒരു മുഹമ്മദ് നബിയുടെ വേഷം കെട്ടിയ ഒരാൾ വരുന്ന ഒരു കാലം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഇപ്പൊ സ്കൂള് നമ്മളുടെ ചില സിനിമയിലൊക്കെ കണ്ടല്ലോ, PK പോലെയുള്ള മൂവിയിലൊക്കെ നമ്മൾ കണ്ടല്ലോ ഈ പ്രച്ഛന്ന വേഷ മത്സരം. ആ പ്രച്ഛന്ന വേഷ മത്സരത്തിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കെട്ടാം, നിങ്ങൾക്ക് ശിവനെ കെട്ടാം, അതുപോലെ ഗണപതി, ശ്രീകൃഷ്ണൻ, ഇതൊക്കെ നിങ്ങൾക്ക് വരാം. പക്ഷെ നിങ്ങൾക്ക് മുഹമ്മദ് നബി ആയി ഒരു വേഷം കെട്ടിയിട്ട് ഒരാൾക്ക് വരാൻ കഴിയുമോ? ഇല്ല. അത് വരട്ടെ. അപ്പൊ അതാണ് അതിന്റെ ഒരു യാർഡ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് ഞാൻ പറയാം. തീർച്ചയായിട്ടും. അങ്ങനെ വരാൻ പറ്റുന്ന ഒരു കാലമൊക്കെ വന്ന അതിന്റെ അർത്ഥം നിങ്ങൾ എഴുതി വെച്ചോ, ഇത് കഴിഞ്ഞു, ഇതിന്റെ അപ്പോഴത്തേക്ക് അതൊരു വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു യഥാർത്ഥ ജനാധിപത്യ സമൂഹമായിട്ട് മാറുമെന്ന് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം. ജനാധിപത്യ സമൂഹം എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിനകത്ത് ഒരു ആക്സെപ്റ്റൻസ് വരിക എന്നുള്ളതാണ്. അതെ. ഇതിനകത്തൊരു ടോളറൻസ് എന്നല്ല, ഒരു ആക്സെപ്റ്റൻസ്. അതെ. അതും ശരിയാണ്, ഇതും ശരിയാണ്, അത്രേ വേണ്ടു. ഇതിപ്പോ അങ്ങനെയല്ല, ഇത് നമ്മൾ മാത്രമേ ശരിയുള്ളൂ. അതൊക്കെ തെറ്റെന്ന് പറയുന്നിടത്താണ് ഇപ്പൊ നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ടോളറൻസ് എന്ന് പറയുകയും ചെയ്യും. അത് തെറ്റാണ്. ഒരു ധാർഷ്ട്യമാണത്, ആ ടോളറൻസ് എന്ന് പറയുന്നത്. ഞാനാ ശരി, നിങ്ങളൊക്കെ പിന്നെ എന്റെ ഔദാര്യത്തിൽ നിങ്ങൾ ശരിയായിട്ട് തുടരുന്നു എന്നുള്ളൊരു ലെവലാണത്. തീർച്ചയായിട്ടും. അതല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, നമുക്ക് നമ്മുടേത്. തീർച്ചയായിട്ടും. ആ ലെവലിൽ നിൽക്കാൻ കഴിയണം. തീർച്ചയായിട്ടും. ഇനി ഈ കേസിലേക്ക് തിരികെ വന്നാൽ X&Y ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിലെ താങ്കൾ പരാതി നൽകി കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? താങ്കൾ സുരക്ഷയും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവരുടെ ഒരു നടപടി? ഇതിലിപ്പോ ഇതൊരു FIR ഇടുന്നതിന് മുന്നേ ഉള്ള ഒരു നടപടിക്രമമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അവരിനി അത് പരിശോധിച്ചിട്ട് അതിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായിട്ടും. വേറെ അറിയിപ്പൊന്നും അവിടെ നിന്ന് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ കോടതി പോയാൽ തന്നെ അത് കോടതി, ഹൈക്കോർട്ടും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. തീർച്ചയായിട്ടും. ഇതൊന്നും അത്ര വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും. ഇതൊരു നോർമൽ നടപടിക്രമം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇത് അവര് വലിയ തോതിൽ നമുക്കെതിരെ എന്തോ കിട്ടിയ വലിയ ആയുധമായിട്ട് അത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. അത്ര വലിയ ആഘോഷിക്കാനുള്ളതൊന്നുമില്ല. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരിട്ടുള്ള ആക്രമണങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കൾ എല്ലാ കാലത്തും ആക്രമണം നേരിട്ടിരുന്നു. താങ്കളെ പല പേരും വിളിച്ച്, ആരിഫിനെ ഹാർപ്പിക് എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ശക്തമായ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. സ്പീക്കേഴ്സ് കോർണറിലെ ആ ഒരു സംവാദത്തിന് ശേഷമാണോ താങ്കൾക്കെതിരെയുള്ള ആക്രമണം അതിരൂക്ഷമായത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അത് ഒരു വലിയ തമാശയാണ്. ഇപ്പൊ സ്പീക്കേഴ്സ് കോർണറിൽ വെച്ച് സംഭവിച്ച കാര്യത്തെ അവര് തന്നെ പറയുന്നത്, ആരിഫ് ഇവിടെ ഞെളിഞ്ഞു നടന്നു, ആൺകുട്ടികളുടെ മുന്നിൽ എത്തിയപ്പോൾ ആരിഫ് തീർന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഉള്ളതൊന്നും അപ്പൊ ആൺകുട്ടികളല്ലേ എന്നാണ്.
അതെ, എന്റെ മനസ്സിൽ ആദ്യം വന്ന ചോദ്യം അതാണ്. അപ്പൊ ഇവര് സ്വയം സമ്മതിക്കുകയാണ് ഞങ്ങളൊന്നും ആൺകുട്ടികളല്ല. ഇതാണ്. അപ്പൊ ഈ ലണ്ടനിൽ വെച്ച് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ആഘോഷിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അതെ അവരതിന്റെ അപ്പുറത്തേക്കുള്ളൊന്നും ആലോചിക്കുന്നില്ല. ഇതേ ആഘോഷിച്ച ആളുകൾ പിന്നീട് എന്താ പറഞ്ഞത്? ഈ മദ്ഹബുകൾ കാരണം ഇസ്ലാം പ്രതിക്കൂട്ടിലായി എന്ന് സമ്മതിക്കേണ്ടി വന്നില്ലേ? അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം അവിടെ അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. തീർച്ചയായിട്ടും. അത് അവിടെ നടന്നു കഴിഞ്ഞു. ബാക്കി അവരുടെ ആഘോഷം ഇതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. അതിപ്പോ എല്ലാ കാലത്തും അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയാ ഇസ്ലാമിസ്റ്റുകൾ തോറ്റ ഏതെങ്കിലും ഒരു സംവാദമോ ഏതെങ്കിലും ഒരു സംഭാഷണമോ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അവരെപ്പോഴും ജയിക്കലേ ഉള്ളൂ. അങ്ങനെയല്ല അവരുടെ രീതി. അതെ അത് നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. അവർക്ക് കൊച്ചു പിള്ളേരാണ്, അത് അവര് ആ രീതിയിൽ ആഘോഷിക്കട്ടെ, അത്രേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല, ജയവും തോൽവിയൊന്നുമല്ല. ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് അത് തള്ളി പറയേണ്ടി വന്നു. ഇതാണ് നമ്മുടെ വിജയം. മദ്ഹബ് ഒരു പ്രശ്നമാണ്, സ്വന്തം മകളെ കെട്ടാം എന്നുള്ളത് ഇസ്ലാമിലുണ്ട് എന്ന് അവർ ഒടുവിൽ സമ്മതിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇതിപ്പോ എടുത്ത് പറഞ്ഞത് മോശമായി എന്നാണ് അവരിപ്പോ പറയുന്നത്. ഇത് ഇത്ര അങ്ങോട്ട് ഇത് കൊടുക്കേണ്ടിയില്ലായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും. അതിപ്പോ സുന്നികളും സലഫികളും തമ്മിലുള്ള അടിയായിട്ട് മാറുകയാണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള ആക്രമണം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ അവർക്ക് എന്താണ് വെയിറ്റ് കൂടിയ സന്തോഷം കിട്ടുക എന്നുള്ളതാണല്ലോ. ലണ്ടനിൽ പോയി മണ്ടനാവുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടാവുകയാണല്ലോ. കാശ് ചെലവുള്ള ഒരു കാര്യമല്ലേ. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് ഈ ഒരു പ്രതികരണങ്ങളും ആക്രമണങ്ങളും കാണുമ്പോൾ തോന്നുന്ന അവരുടെ ഇടയിൽ തന്നെ എനിക്ക് തോന്നുന്ന എന്തോ ഒരു മേന്മയുള്ള സ്ഥാനമാണെന്ന് തോന്നുന്നു. താങ്കളെ ആര് പൂട്ടും ശരിക്കുള്ളത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അത് അങ്ങനെയല്ല. ഞാനതിനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ ബാക്കിയുള്ള ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ റെസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. നമ്മള് റെസ്റ്റ് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവര് നമുക്കെതിരെ എന്ത് വെച്ച് കഴിഞ്ഞാലും അത് നമ്മളത് ആയുധാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇപ്പൊ അവര് നമ്മളെ ഹാർപിക് ഹുസൈൻ എന്ന് വിളിക്കുമ്പോൾ നമ്മളത് ഹാർപിക് മുഹമ്മദ് ഹുസൈൻ എന്ന് പേരിട്ട് നമ്മളത് സ്വന്തം വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ പിന്നെ അവര് നമ്മൾ എന്ത് വിളിക്കും? ഇതാണല്ലോ അവരുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ ഇതേപോലെ അവര് നമ്മളെ സംഘി എന്ന് വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ സംഘിയുടെ അപ്പനാണെന്നാണ് ഞാൻ പറയാറ്. അപ്പൊ പിന്നെന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് ഉത്തരം പറയാനില്ലാതെ വരുമ്പോ അവർ ഈ പേര് വിളിയും അതും ഇതൊക്കെ ആയിട്ട് വരുമ്പോ അത് നമ്മളിവിടെ എടുക്കാറില്ല. അതൊക്കെ ഡിഫ്ലക്ഷൻ ടാക്ടിക്സ് ആണ്. അതൊക്കെ തീർച്ചയായിട്ടും. അതൊന്നും ഇവിടെ വരുന്നില്ല. അതൊന്നും നമ്മൾ ഏശുന്നില്ല എന്ന് കാണുമ്പോഴാണ് അവര് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. ഇത് ആ ഫ്രസ്ട്രേഷന്റെ ആണത്. തീർച്ചയായിട്ടും. അപ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പ്ലനേഷൻസും എഴുത്തുകുത്തുമായിട്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നേരം കാണും. തീർച്ചയായിട്ടും. അപ്പോ അവർക്ക് സമയം ഇഷ്ടം പോലെ കിട്ടും. ഇത് നമ്മൾ അതിലൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. They are not able to distract me. അതാണ് അവിടുത്തെ പ്രശ്നം. നമ്മളിപ്പോഴും ഫോക്കസ്ഡ് ആണ്. ആ ഫോക്കസ് ആണ് അവരുടെ പ്രശ്നം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന്റെ ഈ ഒരു കേസുമായിട്ട് തന്നെ താങ്കൾ ഇതിനെ മുന്നോട്ട് പോവുക തന്നെയാണല്ലോ അല്ലേ? കേസ് ഓൾറെഡി നമ്മൾ കൊടുത്തു. DGPക്കും NIA അതുപോലെ ഹോം മിനിസ്റ്റർ കേന്ദ്രത്തിലും സ്റ്റേറ്റിലും എല്ലായിടത്തും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇന്റലിജൻസിനൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതിന്റെ റിപ്ലൈയും വന്നു കഴിഞ്ഞു. ബാക്കി അവര് അന്വേഷണം തുടരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ബാക്കി അവര് എടുക്കട്ടെ. നമ്മൾ അറിയിക്കുക. നമ്മൾ വിസിൽ ബ്ലോയിങ് ആണല്ലോ നമ്മുടെ പണി ഈ വിഷയത്തിൽ. അത് ബാക്കി അവര് ചെയ്യട്ടെ. കാരണം നമുക്ക് ഇതൊരു സംശയമുണ്ട്, അതിനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും സ്വന്തം സുരക്ഷയും കൂടി നോക്കുക എന്നുള്ളത് അന്ന് നമ്മൾ സ്വകാര്യമായിട്ട് അവസാനിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്. വീണ്ടും പ്രേക്ഷകർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ പ്രേക്ഷകരിൽ പലരും താങ്കളുടെ കട്ട ഫാൻസ് ആണ്. ഞങ്ങളുടെ ഓഫീസിൽ തന്നെയുണ്ട് താങ്കളുടെ ചെറിയ ചെറിയ ചില്ലറ ആരാധികമാർ. അല്ല, എനിക്കിതില് ഒരു വിഷമം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഹിന്ദു ആയിരുന്നു എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, ഞാനൊരു ഹിന്ദു ആയി നിന്നുകൊണ്ട് ശശീല ടീച്ചർക്കെതിരെ 2 പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കൾ തന്നെ എന്നെ പൊക്കിക്കൊണ്ട് നടക്കും. അല്ലേ? വലിയ നമ്മളങ്ങനെയല്ലേ ശ്രീനാരായണ ഗുരുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു. പല ആളുകളെ നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കണം. അങ്ങനെയല്ലേ? ആളുകളാണ്. മഹാത്മാ അയ്യങ്കാളി വിമർശിച്ചതും ഹിന്ദുക്കളെ തന്നെയാണ്. അതെ. അപ്പൊ പക്ഷേ ഞാനൊരു മുസ്ലിം ആയിരിക്കെ ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ ഈ മുസ്ലിങ്ങളാരും പൊക്കിക്കൊണ്ട് നടക്കുന്നില്ല. പകരം അവര് നമ്മളെ ശത്രുവായിട്ടും എന്നെ ഹിന്ദുവായിട്ടുമാണ് അവര് പ്രഖ്യാപിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു വേള ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് ഇതൊരു ഹിന്ദുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു വരെ ആലോചിച്ചു പറഞ്ഞു. കാരണം ഇത് അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ ഹിന്ദു മതത്തിൽ ഉള്ളതും അതിനേക്കാൾ കൂടുതലും പ്രശ്നങ്ങൾ ഇസ്ലാമിലുണ്ട്. പക്ഷെ ഹിന്ദു മതത്തിൽ ഒരു പ്രവണത ഉണ്ട്. അത് അതിനകത്തുള്ള ആളുകൾ തന്നെ അത് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ മുന്നോട്ട് വരും. ഇന്റേണൽ റിഫോം അതിനകത്ത് നടക്കുന്നു. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതാണ് ഹിന്ദു മതവും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് അംബേദ്കർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും.
ആ ഒരു സാധനമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഞാൻ ഇത് ഹിന്ദു മതത്തിന്റെ മേന്മ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് ആ വിശ്വാസികളുടെ മേന്മയായിട്ട് ഞാൻ പറയണം. ആ ഒരു മനുഷ്യരുടെ, തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾ മതം ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മിനിമം ഒരു ബോധമല്ലേ വേണ്ടു. തീർച്ചയായിട്ടും ആ ബോധം ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും അതാണ് നമ്മളുടെ വിഷമം സത്യത്തിൽ പറഞ്ഞ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നു, നമുക്കൊരു ശ്രീനാരായണ ഗുരു ഒക്കെ ആയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ജന്മത്തിൽ സാധിക്കില്ല. തീർച്ചയായിട്ടും അതിന് നമ്മൾ ഹിന്ദു മതത്തിൽ തന്നെ ഇനി രണ്ടാമത് ജനിച്ചാലേ നടക്കുള്ളൂ എന്നാണ് തമാശയായിട്ടാണെങ്കിലും നമ്മൾ പറയാ. അതാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അപ്പൊ ഏതായാലും നമ്മൾ ചെയ്യാനുള്ള പണി ചെയ്യാ, നിങ്ങൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യാ. തീർച്ചയായിട്ടും. പിന്നെ ആരിഫ്, ചില ഒരു ആളുകളൊക്കെ ചോദ്യം കൂടി അവസാനം, ഒരു തമാശ ലൈറ്റർ മോഡിൽ നമുക്കൊന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഞാനൊരു സംഘിയും താങ്കൾ സംഘിയുടെ പേറോളിലുമുള്ള ആളായതുകൊണ്ട്, സംഗീടപ്പൻ സംഘിയുടെ ഈ പറയുന്നത് പോലെ ഒരു ചോദ്യം ചോദിക്കാതെ താങ്കളെ വിടുന്നത് ശരിയല്ല. ഈ ഒരു ഇസ്ലാം എന്നുള്ളൊരു വിശ്വാസം, ഇസ്ലാമോഫോബിയ എന്നുള്ളൊരു മറ, ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ ഒരു റിഫോം പലപ്പോഴും പലരും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ അകത്തുള്ളവർ തന്നെ പലപ്പോഴും മതപണ്ഡിതന്മാർ പോലും, നമ്മൾ സ്വകാര്യ സംഭാഷണങ്ങളിലുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, സമസ്തയിലുള്ളവർ പോലും ചെറിയ ചെറിയ തിരുത്തലുകളെങ്കിലും വേണമെന്നുള്ളത് സമ്മതിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ ഒരു ആശയം മനസ്സിൽ ഉൾക്കൊള്ളുന്നിടത്തോളം കാലം താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു ദേശീയവാദിയാകാൻ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് സാധിക്കുമോ? ദേശീയവാദി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയാം, നരേന്ദ്രമോദിയുടെ ആരാധകനോ BJP-കാരനോ ഒന്നുമല്ല. ഭാരതം എന്ന രാഷ്ട്രത്തെ എന്റെ രാഷ്ട്രമാണ്, ഇവിടെ എനിക്ക് ജനാധിപത്യപരമായിട്ട് ജീവിക്കാൻ ഭാരതീയൻ എന്നുള്ള നിലയിൽ അവകാശങ്ങളുണ്ട്, എന്നാൽ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ചില കടമകളും ഈ രാജ്യത്തോടുണ്ട്, ഇത്രയും വിശ്വസിക്കുന്ന ഒരു ദേശീയവാദിയാകാൻ ഒരു യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസിക്ക് സാധിക്കുമോ ഇല്ലയോ? നിങ്ങൾ ചോദ്യമൊക്കെ വളരെ കറക്റ്റ് ആണ്. ഈ അവസാനത്തെ വാക്ക് കൊണ്ടൊന്ന് കാലോടച്ചു. എവിടെ യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞോടുകൂടി എന്തു പറ്റി? ഒരു വിശ്വാസിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ഓക്കെ, അതിന് ഉദാഹരണമാണല്ലോ നമ്മുടെ അബ്ദുൽ കലാം, നമ്മളുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ആള്. തീർച്ചയായിട്ടും. അതേപോലെ ഇപ്പൊ നിലവിൽ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ള, തീർച്ചയായിട്ടും. ഇതേപോലെയുള്ള ആളുകളൊക്കെ ഇന്ന് സംസാരിക്കുന്നതും അവരുടെ പ്രവൃത്തികളും ഒക്കെ നമ്മൾ കാണുക. തീർച്ചയായിട്ടും. ഓക്കെ, അതേപോലെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളുടെ ഇടയിൽ തന്നെ ഇത് ചെയ്യുന്നു. ഇപ്പോ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് പരിചയമുള്ള കുറെ ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഇവരൊന്നും നിങ്ങൾ പറഞ്ഞ മാതിരി യഥാർത്ഥ വിശ്വാസികളല്ല. അതാണ് ഈ പ്രശ്നം. അല്ല, അതുകൊണ്ട് അത് ബോധപൂർവം തന്നെയാണ് ഞാൻ യഥാർത്ഥ വിശ്വാസികൾ. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള വാക്കാണ്. അതെ, അതൊരു പ്യൂരിറ്റാനിസത്തിന്റെ ചൊവ്വയുള്ള വാക്കാണ്. അതെ, ശുദ്ധിവാദമാണ് അത്. അതെ. നമ്മൾ അത് ഉപയോഗിക്കരുതെന്നാ ഞാൻ പറയാം. അല്ല, ഞാൻ അതിന്റെ ഉപയോഗിച്ചതിന്റെ ഒരു പിന്നിലുള്ള എന്റെ ഒരു ലോജിക്ക് അല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ല. അതായത് ഇത് പൊതുവെ ഇവിടെ എല്ലായിടത്തും ഉള്ള ഒരു വിഷയമാണത്. എല്ലാ മതത്തിലും ഉണ്ടത്. ഇപ്പൊ പ്യൂരിറ്റാനിസം എവിടെ വന്നാലും പ്രശ്നമാണ്. യഥാർത്ഥ ഹിന്ദു, യഥാർത്ഥ ക്രിസ്ത്യാനി, സത്യ ക്രിസ്ത്യാനി, സത്യ മുസ്ലിം, ഇങ്ങനെ പറയുമ്പോ അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു പ്യൂറസ്റ്റ് ഫോമിലേക്ക് പോകണം എന്ന ഒരു വാശി നമ്മൾ വെച്ചാൽ അത് അപകടമാണ്. അതെ, നമ്മൾ റിഫോമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസി എന്നുള്ളൊരു സാധനം പറയരുത് എന്നാണ് ഞാൻ പറയാം. പകരം പറയേണ്ടത് വിശ്വാസി എന്ന് പറഞ്ഞോളൂ. അത് കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസിയായിരിക്കണം. അതിനെ നമ്മൾ ഒരിക്കലും യഥാർത്ഥ വിശ്വാസി എന്ന് പറയില്ല. കാരണം വിശ്വാസത്തിന്റെ ഭാഗമല്ല റിഫോം എന്ന് പറയുന്നത്. റിഫോം ഈസ് അഗെയിൻസ്റ്റ് ദ റിലീജിയൻ. തീർച്ചയായിട്ടും. അതാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മൾ പറയേണ്ടത് കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു എന്താ പറയാ, ഒരു അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു ആധുനിക ഒരു വിശ്വാസിയാണോ, ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു ആധുനിക വിശ്വാസി അതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ് ടെർമിനോളജി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് മതവിശ്വാസിക്കും, അതിനിപ്പോ ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അവനൊരു ആധുനിക വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവന് ഈ ദേശത്തിനൊപ്പം, ഈ ദേശം എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നമാണ്, അവന്റെ പഞ്ചായത്തിനോടൊപ്പം നിൽക്കാൻ അവന് സാധിക്കും. മനസ്സിലായില്ലേ? ദേശസ്നേഹം എന്നൊക്കെ പറയുമ്പോ ഉടനെ BJP-കാരനാവും. ഞാൻ അതുകൊണ്ട് പഞ്ചായത്ത് സ്നേഹം എന്നേ ഞാൻ പറയാറുള്ളൂ. തീർച്ചയായിട്ടും. നിങ്ങൾ ദേശസ്നേഹി ആയില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് സ്നേഹി ആയിരിക്കണം. അതെ, ഏറ്റവും മിനിമം നിങ്ങളെ തലയണയെങ്കിലും നിങ്ങൾ സ്നേഹിക്കുക. അല്ല, തീർച്ചയായിട്ടും അതിനൊരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട് ആരിഫ്. കാരണം ഈ യഥാർത്ഥ വിശ്വാസി എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു പൊതുവെയുള്ള പ്രയോഗമുണ്ട്, മോഡറേറ്റ് ഇസ്ലാം, റാഡിക്കൽ ഇസ്ലാം, ഈ ഒരു പ്രയോഗമുണ്ട്. ഇതിൽ വിച്ച് ഇസ് വിച്ച് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പുറത്ത് നിൽക്കുന്നവർക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യഥാർത്ഥ വിശ്വാസി എന്നുള്ള പദം ബോധപൂർവം ഉപയോഗിച്ചത്. അത് താങ്കൾ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ളൊരു വാദപ്രതിവാദങ്ങളിലേക്ക് പോകാതെ
അല്ല അത് ഇപ്പൊ നമ്മൾ കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആവുക ചെയ്യുക. കാരണം അതെ ഈ യഥാർത്ഥ വിശ്വാസി, പിന്നെ മോഡറേറ്റ്, പിന്നെ അതുപോലെ വേറെ അതെ എന്താ പറഞ്ഞത്, റാഡിക്കൽ. റാഡിക്കൽ. അതായത് ഈ റാഡിക്കൽ വിശ്വാസിനെയാണ് ഈ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ആരാണ് ഈ മോഡറേറ്റ് വിശ്വാസി? അതെ അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. അതെ അപ്പൊ സത്യത്തിൽ രണ്ട് തരം വിശ്വാസികളാണ് ഉള്ളത്. ഒന്ന് വിശ്വാസം എന്തെന്ന് അറിഞ്ഞ വിശ്വാസികളും, രണ്ട് വിശ്വാസം എന്തെന്ന് അറിയാതെ വിശ്വസിക്കുന്ന വിശ്വാസികളും. അല്ല താങ്കൾ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞ പദം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അത് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. ആധുനിക വിശ്വാസി, അതെ, അത് ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ മതം അറിഞ്ഞ ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ മതം അവന് ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ മതത്തിന്റെ എക്സ്ട്രീമിലേക്ക് അവൻ പോയിട്ടുണ്ടാവും. അല്ല, ഇപ്പൊ ഒരു തീവ്ര ഹിന്ദു മതവിശ്വാസി നിങ്ങൾ എടുക്കുക, അതെ അവൻ എന്തായിരിക്കും ആയി തീർന്നിട്ടുണ്ടാവുക? അതെ അവൻ ഒന്നുകിൽ അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഹിമാലയത്തില് തപസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതെ അതല്ലേ ഉണ്ടാവുക. അതെ അതേപോലെ ഓരോ വിശ്വാസത്തിലും നിങ്ങൾ എടുക്കുക. പക്ഷെ പ്രശ്നം ഈ പറയുന്ന തീവ്ര വിശ്വാസം, ആ വിശ്വാസം കൊണ്ടു നടക്കുന്ന സാധനം എന്തെന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിന്റെ പ്രശ്നം. തീർച്ചയായിട്ടും. അപ്പോ ഇസ്ലാമിലെ തീവ്ര വിശ്വാസം ഉണ്ടാവുന്നത് അത് വലിയ ഒരു വിഭാഗീയതയുടെ സാധനമായി മാറുന്നതുകൊണ്ടാണ് അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും. അത് മറ്റുള്ള ആളുകൾക്ക് സമാധാനമായിട്ട് പാർക്കിലോ ബീച്ചിലോ പോയി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതൊരു പ്രശ്നമായി മാറുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അത് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ആരിഫ്, ബി സേഫ്. ഇതിന്റെ അകത്ത് എന്തായാലും ആരാധികന്മാരെ വിഷമിപ്പിക്കരുത്. ദയവ് നിങ്ങളുടെ മറുപക്ഷത്തുള്ള ആരാധകന്മാരെയും വിഷമിക്കരുത്. കാരണം വെച്ചാൽ അവരുടെ ഒരു ജീവിത ലക്ഷ്യം തന്നെ നിങ്ങളാണ്. അതുകൊണ്ട് താങ്കളുടെ സുരക്ഷ താങ്കൾ തന്നെ പ്രഥമമായി നോക്കുക. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ നല്ല വലിയ ചിത്രമൊക്കെ കൊടുക്കണം. ഏതാ? അല്ല, അതൊരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം താങ്കൾ ഇങ്ങനെ ഈ കൈകെട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടവും, മറ്റേ ഇസ്രായേലിന്റെ കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരെണ്ണവും, മറ്റേ ഇത് മുസ്ലിം തൊപ്പി, നിസ്കാര തൊപ്പി വെച്ചിരിക്കുന്ന 3 പടങ്ങളുണ്ട്. ഏത് വേണമെന്ന് താങ്കൾ സെലക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഞാൻ പറഞ്ഞ അതല്ല, ജിഹാദികൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കാനുള്ള പടം കയ്യിലുണ്ടല്ലോ എന്ന് ചോദിച്ചാണ്. അതിന്റെ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത്. ഏത് വേണമെന്ന് സെലക്ട് ചെയ്താൽ അപ്പം മാലയിടും ഞങ്ങള്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ താടി വെച്ച പടം കൊടുത്താണ്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവസാന നിമിഷത്തിൽ ആരിഫിക്ക പശ്ചാത്തപിച്ചു എന്ന് പറയിപ്പിക്കും അവരെ കൊണ്ട്. അതെ, നെഞ്ചത്ത് അയം കാഫിർന്നും കൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും. അല്ല ആരിഫ്, സീരിയസ് ആയിട്ട് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് എപ്പോഴെങ്കിലും വരുമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കാരണം പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ളതാണ് വിഷയം. നമ്മുടെ സാധാരണ രീതിയിൽ പോലെ തന്നെ സംസാരമാകാം നമുക്ക്. ഓക്കെ, നമുക്ക് കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ ബി സേഫ് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്.